ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, അതിനായി വന്ന് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ട് എങ്കിൽ ആ നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാകമാരുടെ സ്ഥിര സന്ദർശനത്തിന് അതൊരു കാരണമാണ്. വിശുദ്ധ ഖുർആൻ പരസ്പരം ദർസ് നടത്തുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുന്നവരിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടമുണ്ടാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ അവർക്ക് ചിറകു വിരിച്ചു കൊടുക്കും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു ശാന്തതയും സമാധാനവും അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാലാകമാരുടെ മുന്നിൽ അവരെപ്പറ്റി പുകഴ്ത്തുകയും വാഴ്ത്തുകയും അഭിമാനത്തോടുകൂടി അള്ളാഹു ചർച്ച ചെയ്യുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സ്ഥാപനം, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ നിന്ന് 10ഓളം വിദ്യാർത്ഥികളാണ് ഹിഫ്ള് പൂർത്തീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി എന്ന് പറഞ്ഞാൽ ഒരു നിസാര വിഷയമല്ല. ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വലിയ ഒരു മഹത്വമാണത്. 1600ഓളം പേജുകൾ, 6000-ത്തിലധികം ആയത്തുകൾ, അത് വള്ളിപുള്ളി തെറ്റാതെ, ഒരു വരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കീറിപ്പോകാതെ, ഒരക്ഷരവും മാറിപ്പോകാതെ, ഒരക്ഷരവും അധികമായി വരാതെ, ഒരക്ഷരവും വിട്ടുപോകാതെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവർ. ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്, ആത്മീയത പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. നാം ഒന്ന് ഓർത്തു നോക്കണം, ഒരു ദിവസം നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അപ്രത്യക്ഷമായി പോയി. ലോകത്തുള്ള സർവ്വ വേദഗ്രന്ഥങ്ങളും, സർവ്വ മതഗ്രന്ഥങ്ങളും, സർവ്വ ആത്മീയ ഗ്രന്ഥങ്ങളും ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഒരു വീട്ടിലും ഒരു വേദഗ്രന്ഥമില്ല. എല്ലാ വീടുകളിൽ നിന്നും വിശുദ്ധമായ ഖുർആൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തൊരു ഖുർആന്റെ പ്രതി പോലുമില്ല. അതുപോലെ മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ വീടുകളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ മതപഠനശാലകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. അവരുടേതായ ദൈവവചനങ്ങളെന്ന് പറയപ്പെടുന്ന വാചകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയി. ഒരു വേദഗ്രന്ഥവും ലോകത്ത് അവശേഷിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ ഇനിയും വീണ്ടും ഈ വേദഗ്രന്ഥങ്ങൾ എഴുതേണ്ടതുണ്ട്, അത് വീണ്ടും ലോകത്തിന്റെ മുന്നിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊരാവശ്യം വന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു വേദഗ്രന്ഥവും രണ്ടാമത് ഈ ലോകത്ത് എഴുതാൻ സാധ്യമല്ല. കാരണം വിശുദ്ധമായ ഖുർആനിന്റെ 6600-ൽ പരം ആയത്തുകൾ അതേപടി ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന, ഒരു വള്ളി തെറ്റാതെ, ഒരു പുള്ളി തെറ്റാതെ, ഒരു പേജ് മാറിപ്പോകാതെ, ഒരക്ഷരം മാറിപ്പോകാതെ, ഒരു വാക്കു മാറിപ്പോകാതെ, അർത്ഥവ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോടാനുകോടി ഹാഫിളീങ്ങൾ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. അവരിലൂടെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും ലോകത്ത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ അതിന്റെ അടിസ്ഥാന മൂലഭാഷയിൽ മനഃപ്പാഠമാക്കി വെച്ചിട്ടുള്ളതായി ലോകത്തിന്നുവരെയും ആർക്കും അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇത് വിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു പറയുന്നു, നാമാണ് ഈ വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്, നാം ഈ വിശുദ്ധ ഖുർആനിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഹാഫിളീങ്ങളിലൂടെ, ഉലമാക്കളിലൂടെ വിശുദ്ധ ഖുർആനും ഖുർആനിന്റെ സന്ദേശങ്ങളും ലോകാവസാനം വരെയും നിലനിൽക്കുമെന്ന് അള്ളാഹു തന്നെ ലോകത്തിന്റെ മുന്നിൽ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ്. ഒരിക്കൽ ഒരു രാജ്യത്ത് അന്യനാട്ടിൽ നിന്നും അപരിചിതരായ കുറെ ആളുകൾ കടന്നു വന്നു. ഈ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനോട് ഭയങ്കരമായ ഇഷ്ടമാണ്. അവർ എവിടെ ഖുർആനിന്റെ പ്രതിയുണ്ടെങ്കിലും
അവരത് വാങ്ങും, വലിയ വില കൊടുത്തു വാങ്ങും. ആരുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എങ്കിലും അത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നതായാലും പലകകളിൽ എഴുതപ്പെട്ടതായാലും തോലിൽ എഴുതപ്പെട്ടതായാലും ഏത് നിലയിലും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, വിശുദ്ധ ഖുർആൻ ആരുടെയെങ്കിലും കൈവശമുണ്ടോ, വലിയ വില കൊടുത്തുകൊണ്ട് ആ ഖുർആനിനെ ഈ ആളുകൾ വാങ്ങിയെടുക്കുമായിരുന്നു. ആ നാട് മുഴുവനും ചർച്ചയായി ആളുകളെ പറ്റിയിട്ട്. ആരുടെയൊക്കെ കയ്യിൽ ഖുർആനുണ്ടോ അതെല്ലാം ഈ ആളുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. കാരണം വലിയ വിലയാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാവരുടെ കയ്യിലുമുള്ള ഖുർആനും ഈ ആളുകളുടെ കയ്യിലേക്ക് പോവുകയും ഈ ഖുർആൻ കൊടുക്കുന്നവർക്ക് വലിയ പണവും പാരിതോഷികങ്ങളും ഒക്കെ കിട്ടാൻ തുടങ്ങുകയും ചെയ്തു. അതിനിടയിൽ ആ രാജ്യം ഭരണം നടത്തുന്ന രാജാവിന് ഇതിലെന്തോ പന്തികേട് തോന്നുകയും അന്യനാട്ടിൽ നിന്ന് വന്ന ഈ ആളുകളെ പറ്റിയിട്ട് ഒരന്വേഷണം നടത്താൻ രഹസ്യമായി അദ്ദേഹം ചില ഭടന്മാരെ, ചില പട്ടാളക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അന്വേഷണം നടത്തി. അവരുടെ സ്വന്തം നാടുകളിലേക്ക് പോയി അവരെ പറ്റി അന്വേഷിച്ചു. അവർ ഈ ഖുർആൻ വാങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അവരെ പറ്റി അന്വേഷിച്ചു. എന്നിട്ട് മഹാരാജാവിന്റെ മുമ്പിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഈ ആളുകൾ വിശുദ്ധമായ ഖുർആനിനോട് വലിയ സ്നേഹമുള്ള ആളുകളാണെന്ന് പറയുന്നു. പക്ഷേ ഇവർ ഖുർആനിനെ സ്നേഹിക്കുന്ന ആളുകളല്ല. ഇവർക്ക് ഖുർആനിനോടൊരു സ്നേഹവുമില്ല. മറിച്ച് ഇവർ ഖുർആനിന്റെ ശത്രുക്കളാണ്. ഇവർ ഖുർആനിന്റെ വിമർശകരാണ്. പിന്നെ എന്തിനാണ് വലിയ വില കൊടുത്തുകൊണ്ട് ഇവർ വിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ വാങ്ങുന്നത്? ഈ നാട്ടിലുള്ള ആളുകളിൽ നിന്നും വിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ വാങ്ങി എല്ലാവരുടെ കൈകളിലുമുള്ള കോപ്പികൾ തങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ആ ഖുർആൻ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ് ഈ നാട്ടിൽ നിന്നങ്ങനെ പരിപൂർണമായും ഖുർആൻ ഇല്ലാതെയാക്കുക. ഇങ്ങനെ ഓരോ നാടുകളിലേക്കും പോയി എത്ര വലിയ പണം കൊടുത്തിട്ടായാലും ആ ഖുർആൻ എല്ലാം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് അങ്ങനെ നാടുകളിൽ നിന്ന് ഖുർആൻ ഇല്ലാതെയാക്കി ലോകത്ത് നിന്ന് തന്നെ ഖുർആൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ വന്നിരിക്കുന്നതും വലിയ വില കൊടുത്തുകൊണ്ട് ഖുർആൻ വാങ്ങുന്നതും എന്ന് രാജാവിന് റിപ്പോർട്ട് കിട്ടുകയുണ്ടായി. ഭടന്മാർ, ഉദ്യോഗസ്ഥർ ചോദിച്ചു, ആ ആളുകളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ചുകൊണ്ട് ചാട്ടവാറിന് അടി കൊടുത്തുകൊണ്ട് താങ്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. രാജാവ് പറഞ്ഞു, വേണ്ട, ഒരാവശ്യവുമില്ല. ഈ വിവരം നിങ്ങൾ ആരും പുറത്തേക്ക് വിടേണ്ടതുമില്ല. ഇവരെ പറ്റിയിട്ട് ഈ വിവരം മുഴുവനും നമുക്ക് കിട്ടിയെന്നൊരിക്കലും അവരറിയാനും പാടില്ല. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ രാജസദസ്സിൽ വലിയൊരു വിരുന്നൊരുക്കപ്പെടുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം ഒരുക്കി സംഘടിപ്പിക്കപ്പെട്ട ആ വിരുന്നിലേക്ക് അന്യനാട്ടിൽ നിന്ന് തങ്ങളെ നാട്ടിലേക്ക് വന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ കൈപ്പറ്റുന്നതായ ഈ ആളുകളെ വിശിഷ്ടാതിഥിയായി രാജാവ് തിരുമനസ് ആ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവരും വിരുന്നിൽ പങ്കെടുത്തു. രാജാവ് വലിയ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിച്ചു. അവരെ ആനയിച്ചു കൊണ്ടുവന്നിരുത്തി. അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. അവർക്ക് നല്ല പഴച്ചാറുകളും മറ്റ് വിഭവങ്ങളും ഒക്കെ കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച് ചാരുകട്ടിലുകളിൽ അവരിങ്ങനെ വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ രാജാവ് പറഞ്ഞു, ഇനി പ്രധാനപ്പെട്ട ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥികളായ ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ഈ നാട്ടിലേക്ക് വന്നു. വിശുദ്ധ ഖുർആനിനോട് വലിയ സ്നേഹമുള്ളവരാണ്. അവർ ഖുർആനിനെ വലിയ വില കൊടുത്തുകൊണ്ട് വാങ്ങുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സദസ്സ് സംഘടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ ആളുകളുടെ മുന്നിലേക്ക് കുറെ ചെറിയ കുട്ടികൾ വന്ന് നിരന്നു നിൽക്കുകയാണ്. നമ്മുടെ ഹാഫിളീങ്ങളെ പോലെയുള്ള കുറെ ചെറിയ കുട്ടികൾ വന്ന് നിരന്നു നിന്നു. രാജാവ് ആദ്യത്തെ കുട്ടിയോട് പറഞ്ഞു, നീ വിശുദ്ധമായ ഖുർആനിന്റെ പ്രാരംഭം ഓതുക, സൂറത്തുൽ ഫാത്തിഹയും ബഖറയും നീ പാരായണം ചെയ്യുക. അടുത്ത കുട്ടിയോട് പറഞ്ഞു, നീ സൂറത്തു നിസാ പാരായണം ചെയ്യുക. അടുത്ത കുട്ടിയോട് പറഞ്ഞു, നീ സൂറത്തു ആലു ഇമ്രാൻ പാരായണം ചെയ്യുക. ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികളോടും വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങൾ വീതം പാരായണം ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് ഈ ചെറിയ കുട്ടികളിലൂടെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യപ്പെടുകയുണ്ടായി. നിമിഷ നേരം കൊണ്ട് 10, 11, 12 വയസ്സുള്ള കൊച്ചുകുട്ടികൾ വന്ന് നിന്നിട്ട് അവരുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ
ആ അതിഥികളുടെ മുന്നിൽ പാരായണം ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് തിരുമനസ് ചോദിച്ചു, ഞാൻ എന്തിനാണ് ഈ ഖുർആൻ ഈ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യിച്ചത് എന്നറിയുമോ? ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അതിഥികളായ ആളുകൾ രാജാവിന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾ കരുതിയത് മുസ്ലിമുകളുടെ വീടുകളിൽ ഇരിക്കുന്ന, മുസ്ലിമുകളുടെ പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്ന, നിങ്ങളുടെ ഗ്രന്ഥശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖുർആനിന്റെ പ്രതികൾ വലിയ വില കൊടുത്തിട്ട് ഞങ്ങൾ അതിനെ സ്വന്തമാക്കിയിട്ട് ഞങ്ങൾ അത് കരിച്ചോ എരിച്ചോ തകർത്തോ നശിപ്പിച്ചു കളഞ്ഞാൽ ഓരോ നാടുകളിൽ നിന്നും വിശുദ്ധ ഖുർആൻ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഈ ലോകത്ത് നിന്ന് തന്നെ വിശുദ്ധമായ ഖുർആനിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വ്യാമോഹിച്ചു പോയി. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ താങ്കൾ ഈ കൊണ്ടു നിർത്തിയ കൊച്ചു കുഞ്ഞുങ്ങൾ വിശുദ്ധ ഖുർആൻ മുഴുവനും വള്ളിപുള്ളി തെറ്റില്ലാതെ, ഒരക്ഷരം പോലും മാറിപ്പോകാതെ, ഒരക്ഷരം പോലും അധികമാകാതെ ഈ കുട്ടികൾ ഞങ്ങളുടെ മുന്നിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി, വിശുദ്ധ ഖുർആൻ അത് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് താളുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് തുകലുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് ഷെൽഫുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് ഗ്രന്ഥശാലകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഇവിടുത്തെ ഹാഫിളീങ്ങളുടെ, ആലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയാ. പ്രതികളെ നശിപ്പിക്കപ്പെട്ടാലും ഈ ഹാഫിളീങ്ങളിലൂടെ വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഉദ്യമം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഹാഫിളീങ്ങളെ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആന്റെ സംരക്ഷകരായി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ആ കാലഘട്ടം വരെയും വിശുദ്ധമായ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ, ഇന്നൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അലമാരകളിൽ സൂക്ഷിക്കുന്ന പുസ്തക രൂപത്തിൽ 30 ജുസുക്കളായി ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകത്വം കൊണ്ടുവന്ന മുസൈലമയ്ക്കെതിരെ യമാമയിൽ വെച്ചുകൊണ്ടൊരു യുദ്ധം നടത്തപ്പെടുകയുണ്ടായി. ഈ യുദ്ധത്തിൽ ഒരുപാട് ഖുർആൻ ഹാഫിളീങ്ങൾ ഷഹീദായി. വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയിരിക്കുന്ന ഒരുപാട് ഹാഫിളീങ്ങൾ ഷഹീദായി കഴിഞ്ഞപ്പോൾ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഗൗരവകരമായ ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യമാമയിലെ യുദ്ധത്തിൽ ഒരുപാട് ഹാഫിളീങ്ങൾ മരണപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹാഫിളീങ്ങളുടെ ഹൃദയത്തിലാണ്. ഈ ഹാഫിളീങ്ങൾ, ഖുർആൻ വാഹകരായ ഹാഫിളീങ്ങൾ മുഴുവനും മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ എവിടെയും ക്രോഡീകരിച്ചു വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഖുർആനിന്റെ ക്രോഡീകരണം നടത്തണം. അങ്ങനെയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ കാലഘട്ടത്തിൽ ആദ്യമായി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം നടത്തിയത് ഹാഫിളീങ്ങൾ ഒരുപാട് ഷഹീദായി പോയപ്പോൾ. കാരണം ഹാഫിളീങ്ങൾ ഖുർആനിന്റെ സംരക്ഷകരാണ്, വിശുദ്ധ ഖുർആനിന്റെ വാഹകരാണ്. ഹാഫിളീങ്ങളുടെ ഹൃദയങ്ങളിലൂടെ, ഹാഫിളീങ്ങളുടെ ഓർമ്മകളിലൂടെ, ഹാഫിളീങ്ങളുടെ ബുദ്ധികളിലൂടെ, അവരുടെ പാരായണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയും വിശുദ്ധമായ ഖുർആനിനെ യാതൊരുവിധ കേടുപാടുമില്ലാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ഈ വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട്. സഹോദരങ്ങളെ, 1500ഓളം കൊല്ലങ്ങൾക്ക് മുൻപ് അറേബ്യൻ ഭൂഖണ്ഡങ്ങളിൽ മക്കയിലും മദീനയിലുമൊക്കെയായി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇന്നും നമ്മുടെയൊക്കെ മുന്നിൽ കാലിക പ്രസക്തിയോടുകൂടി, അഥവാ നൂറ്റാണ്ടുകൾ എത്ര കടന്നുപോയാലും, ആധുനിക ശാസ്ത്രം എത്ര വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയാലും, എത്ര വലിയ ടെക്നോളജികൾ വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ പുതിയ പുതിയ പഠനങ്ങൾ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഖുർആനിന്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യത നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാലം എത്ര കടന്നാലും, നൂറ്റാണ്ടുകൾ എത്ര കടന്നാലും
വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാ. ഈ വിശുദ്ധമായ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്താൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീശ്വരവാദികളുണ്ട്. യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട്. അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ, വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ. ഇവരെന്നല്ല, വലിയ വലിയ ബുദ്ധിജീവികൾ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഗ്യാരി മില്ലർ എന്ന് പേര് പറയുന്ന ക്രൈസ്തവനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു. ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നു. കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു ഗ്യാരി മില്ലർ. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായി, വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം. എന്തിനാ ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഈ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്തണം. വിശുദ്ധമായ ഖുർആനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും. ഖുർആൻ എന്ന് പറയുന്നത് 10,500 കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ലേ? ഈ 21ാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധൻ ഈ ഖുർആനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും, കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും. ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. ജിബ്രീൽ എന്ന മാലാഖ കൊണ്ടുവന്നതല്ല. ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ ഖുർആൻ. ഇതിന് യാതൊരുവിധ ദൈവികതയുമില്ല, ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല, ഇത് മാലാഖയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം. അതിനു വേണ്ടി ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ്. അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളിലെ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠന വിധേയമാക്കുകയുണ്ട്. അങ്ങനെ ഡോക്ടർ ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പഠനം നടത്തി. വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല. ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി. ഖുർആനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ചിന്തകളിലേക്ക്, അതിൻ്റെതായ മറ്റു പല പഠനങ്ങളിലേക്ക് ഗ്യാരി മില്ലർ ഇങ്ങനെ സഞ്ചരിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞ്, മാസങ്ങളോളം കഴിഞ്ഞ് ഗ്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധൻ, ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധൻ, അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. അന്നു മുതൽ അദ്ദേഹം ഗ്യാരി മില്ലർ അല്ല, അബ്ദുൽ അഹദ് ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, ഏകനായ അള്ളാഹുവിന്റെ അടിമയായ ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. നാം ഒന്ന് നോക്കണം, ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ, ഖുർആനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ ഖുർആനിൽ പഠനം നടത്തിയ ഗ്യാരി മില്ലർ എന്ന ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ. പക്ഷേ അദ്ദേഹം മുസ്ലിം ആവുകയാ. എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വിശുദ്ധമായ ഖുർആനിനെ പഠനം നടത്തുകയാ. എന്റെ മനസ്സിലെ ചിന്ത എന്താ? പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം, ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, ഈ ഖുർആൻ മുഹമ്മദിന്റെ ഗ്രന്ഥമാ, മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ, മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട വിശുദ്ധമായ ഖുർആനിനെ ഞാൻ പഠനം നടത്തിയത്. അങ്ങനെ ഞാൻ ഖുർആനിൽ പഠനം നടത്തുകയുണ്ടായി. വിശുദ്ധമായ ഖുർആനില്
മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പഠനം നടത്തുകയുണ്ടായി. കാരണം സ്വന്തമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ താൻ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, തനിക്ക് ലോകത്തിന്റെ മുന്നിൽ സ്ഥാനമുണ്ട്, താൻ ഈ ലോകത്തിന്റെ നായകനാണ്, താൻ ഈ ലോകത്തിന്റെ നേതാവാണ്, താൻ പറയുന്നതെല്ലാവരും അനുസരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വാദഗതികളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ ഖുർആനില് എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി, മുഹമ്മദ് എന്ന നാമം എത്ര തവണയാ ഖുർആനിലുള്ളത്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്ന ഈസാ നബിയുണ്ടല്ലോ, യേശുദേവനുണ്ടല്ലോ, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എത്രയോ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ഇങ്ങനെ ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും പേരുകൾ എത്രയോ തവണ അധികമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെറും വിരലിനെണ്ണാവുന്ന 4 സ്ഥലങ്ങളിൽ മാത്രമാ ഞാൻ കണ്ടിട്ടുള്ളത്. അതിലപ്പുറം മുഹമ്മദ് എന്ന നാമം ഖുർആനിലില്ലല്ലോ. അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ, സ്വന്തമായി കൊണ്ടുവന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ എത്രയോ തവണ തന്റെ പേരതിൽ ആവർത്തിച്ച് കൊണ്ടുവന്ന് തന്റെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്തിയെടുക്കേണ്ടതാ. പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല. വെറും 4 സന്ദർഭങ്ങളിൽ മാത്രമാ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത്. എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട്? മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തു സഹറബത്തുൽ റളിയല്ലാഹു അൻഹാ, ഫാത്തിമാന്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരുണ്ടല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേര്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാനും പഠനം നടത്തി. മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി നോക്കി. മുഹമ്മദ് മുസ്തഫാന്റെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. എന്നാൽ അപ്പോഴും ഞാൻ പെട്ടുപോയി. വിശുദ്ധമായ ഖുർആനില് ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരേ ഒരു സ്ത്രീരത്നത്തിന്റെ പേര് മാത്രമാ ഖുർആനിലുള്ളത്. ആ സ്ത്രീയുടെ പേരില് ഒരധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുകയാ. ആ സ്ത്രീ ആരാണെന്നറിയുവോ? അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മയായ ആമിന ബീവിയല്ല. അവിടുത്തെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയല്ല. പിന്നെയോ വിശുദ്ധമായ ഖുർആനിൽ ഞാൻ കണ്ട ഒരേ ഒരു സ്ത്രീയുടെ പേര്, അതേ ഞാൻ ദൈവമായി വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ വിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ. ആ മറിയമിന്റെ പേരില് ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു മറിയം എന്ന പേരില്. എന്ന് മാത്രമല്ല, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ വമറിയം
മറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ആ മറിയമിന്റെ പാതിവൃത്യത്തെ പുകഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ ചാരിത്ര ശുദ്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത്. അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ? മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും ഖുർആനിലില്ല. എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയമിന്റെ പേര് ഖുർആനിലുണ്ട്. ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി. വിശുദ്ധമായ ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമോ? ശാസ്ത്ര കണ്ടെത്തലുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമോ? അങ്ങനെ ഞാൻ പഠനം നടത്തി നോക്കി. ഖുർആൻ പറയുന്ന ഗോളശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി. എന്നാൽ അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകളിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ. ഈ ഖുർആൻ ഇനിയും പഠിക്കണമല്ലോ. അങ്ങനെ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ വിമർശിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ കളവാക്കുന്നവരോട് അല്ലാഹു തന്നെ വെല്ലുവിളി നടത്തുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ആ മനുഷ്യർ ഈ ഖുർആനിനെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കുന്നില്ലേ? ഈ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവഗാഹം നടത്തുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ശാരാതിരാധനായ അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമല്ല എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള്, ഒരുപാട് കുറ്റങ്ങള്, കുറവുകള്, ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്നിട്ടും എന്തേ അവർ ഖുർആൻ പഠിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ഖുർആൻ ചിന്തിക്കുന്നില്ല? ഗാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധം പറയുകയാ, എന്റെ ഹൃദയത്തിൽ ഞെട്ടലുണ്ടായി, എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയത്താ. അങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കുമ്പോ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിൽ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങള്, വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങള്, വിശുദ്ധ ഖുർആനിലെ വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ ഖുർആനിനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആൾ ഗ്യാരി മില്ലർ. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്റെ കണ്ടെത്തലുകളെല്ലാം അത്ഭുതപ്പെട്ടുപോയി. കാരണം ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടുപോയി. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വന്തമായി എഴുതിയിട്ട് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു, അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടുപോയി. വിശുദ്ധ ഖുർആൻ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടുണർത്തി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആൻ പഠിക്കാത്തതെന്താ? അങ്ങനെ പഠിച്ചാൽ അല്ലാഹുവിൽ നിന്നുള്ളതല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും. പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. ഞാൻ പരാജയപ്പെട്ടു. ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി ഗ്യാരി മില്ലറിൽ നിന്നും അബ്ദുൽ അഹദ് ഉമറായി മാറി. ഇതാണ് വിശുദ്ധമായ ഖുർആൻ. നാളിന്ന് വരെയും ന്യൂനതകൾ സംഭവിച്ചിട്ടില്ലാത്ത ഖുർആൻ, കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഖുർആൻ. ആധുനിക ശാസ്ത്രം എത്ര വളർന്നെന്ന് പറഞ്ഞാലും, എത്ര വികാസം പ്രാപിച്ചെന്ന് പറഞ്ഞാലും, മനുഷ്യന് ചൊവ്വയിലേക്ക് പോയി മനുഷ്യജീവൻ സാധ്യമാകുമോ എന്നുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
മനുഷ്യൻ ചന്ദ്രനിലേക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യ ഹൃദയം മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ക്ലോണിങ്ങിലൂടെ പുതിയ പുതിയ സൃഷ്ടികൾക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷേ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? നാം ഒന്ന് തിരിച്ചറിയണം. നമ്മുടെ അലമാരയുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പള്ളികളിലൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്ര ഖുർആൻ ആ പള്ളികളിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. എന്തെങ്കിലും ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ കുറച്ച് ആളുകൾ ഒരു പക്ഷേ സുബൈ കഴിഞ്ഞിട്ട് ഇങ്ങനെ യാസീൻ ഓതാൻ വേണ്ടി ആ ഖുർആനൊക്കെ ഇങ്ങനെ എടുക്കും. വെള്ളിയാഴ്ച കഹ്ഫ് ഓതാൻ വേണ്ടി ഒരു 5-6 ഖുർആൻ എടുക്കും. ബാക്കിയെല്ലാം അതുപോലെ അങ്ങനെ ഇരുന്നിട്ടുണ്ടാകും, പൊടി പിടിച്ചിട്ട് ദ്രവിച്ചിട്ട്. അവസാനം അവിടെ ഇരുന്ന് ദ്രവിച്ച് പേപ്പറും ബൈൻഡും എല്ലാം കീറുമ്പോ മോദി മാമ പള്ളി വൃത്തിയാക്കുമ്പോ ഇതെല്ലാം വാരിക്കൊണ്ട് ഒരു ഉസ്താദിന്റെ അടുത്ത്, ഉസ്താദ് ഇതിനി എന്ത് ചെയ്യണം? നമ്മളും ചോദിക്കൂലേ ഉസ്താദിനോട്? റമദാന് മുമ്പ് വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഉസ്താദന്മാരെ വിളിച്ചിട്ട് പലരും സംശയം ചോദിക്കും. ഖുർആൻ ഷെൽഫിലിരുന്നു പൊടിഞ്ഞുപോയി, ഖുർആന് ഷെൽഫിലിരുന്ന് പൊടിഞ്ഞു ഉസ്താദ്, ഇനിയിപ്പോൾ ഓതാനൊന്നും കൂടെ ചെതലെടുത്തു. വീട്ടിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാത്തതിന്റെ പേരിൽ നശിച്ചു പോയിട്ടുണ്ടോ വിശുദ്ധ ഖുർആൻ അല്ലാതെ? നമ്മൾ ചിന്തിച്ചുവൊക്കെ. എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ നശിച്ചിട്ടുണ്ടോ ഖുർആൻ അല്ലാതെ? ചെതലെടുത്തു പോയി. 30 ജിസു ഉണ്ടായിരുന്ന ഇപ്പൊ 12 ജിസേ ഉള്ളൂ, ബാക്കി ചെതല് തിന്നു. ഇനി ഇത് എന്ത് ചെയ്യണോ ഉസ്താദേ? കരിച്ചു കളയണോ, പറത്തി കളയണോ, കടലിൽ കൊണ്ടിടണോ? ഫത്വയും ചോദിച്ചിട്ട് വരും. ഖുർആനുമായി നമ്മുടെ ബന്ധം എങ്ങനെയാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേവലം ബറക്കത്തിന് വേണ്ടി വീട്ടിന്റെ അകത്തളങ്ങളിൽ ഷെൽഫുകളിൽ സൂക്ഷിക്കാനുള്ള ഒരു ഗ്രന്ഥമാണോ? വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും മരണപ്പെട്ടാലും മരിച്ചവർക്ക് വേണ്ടി മാത്രം ഓതപ്പെടുവാനുള്ള ഒരു ഗ്രന്ഥമാണോ വിശുദ്ധ ഖുർആൻ? അല്ലാഹുവിനോടും നിങ്ങളോടും ചോദിക്കുകയാ, നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തതെന്ത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പഠനം നടത്താത്തതെന്ത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹു തആല എന്നോടും നിങ്ങളോടും വിളിച്ചു ചോദിക്കുകയാ, എന്തു പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തുകൊണ്ടവർ ഖുർആൻ പഠിക്കുന്നില്ല? എന്തുകൊണ്ടവർ ഖുർആൻ ചിന്തിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയങ്ങൾ പൂട്ടപ്പെട്ടു പോയോ? വിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശം കടക്കുന്നതിൽ നിന്ന് ഹൃദയം പൂട്ടപ്പെട്ടു പോയോ? വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങൾ കടക്കുന്നതിൽ നിന്നും ഹൃദയം പൂട്ടപ്പെട്ടു പോയോ? വിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യം കടക്കുന്നതിൽ നിന്നും ഹൃദയം പൂട്ടപ്പെട്ടു പോയോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമേ. ഓരോ ദിവസവും എത്ര കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്, എത്ര കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഓരോ ദിവസങ്ങളും വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാറില്ലേ? സിനിമാ ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുന്നതായ പീഡനങ്ങളെയും പുറത്തു പറയാൻ പറ്റാത്ത വാർത്തകളെയും പറ്റി ഓരോ ദിവസവും എത്ര മണിക്കൂറാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴിതാ പോലീസേമാന്മാരുടെ പീഡന വാർത്തകൾ വരുന്നു. എത്ര മണിക്കൂറാ ചർച്ച ചെയ്യാൻ പോകുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ അവസ്ഥകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? സാമ്പത്തിക വ്യവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? കലാരംഗങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? കായിക രംഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഒരു ദിവസം നേരം വെളുത്തിട്ട് നീ ഉറങ്ങുന്നത് വരെയും അല്ലാഹുവിന്റെ ഖുർആനിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിനെ പറ്റി ഒന്ന് പറയുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ടോ? ഓരോ ദിവസവും എത്ര കാര്യങ്ങളാ നമ്മൾ വായിക്കുന്നത്? ഉറക്കമുണർന്നിട്ട് പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പല്ല് തേക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ എടുത്തിട്ട് മെസ്സേജുകൾ നമ്മൾ നോക്കാറുണ്ടല്ലോ. നമ്മളെ വാട്സാപ്പുകൾ നമ്മൾ നോക്കാറുണ്ട്, നമ്മുടെ ഫേസ്ബുക്കുകൾ, ട്വിറ്ററുകളും ഇൻസ്റ്റഗ്രാമും നമ്മൾ നോക്കാറുണ്ട്. എന്നാൽ ഓരോ ദിവസവും അല്ലാഹു തആല നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജായ
വിശുദ്ധമായ ഖുർആൻ എത്ര തവണ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് മുസ്ലിമേ? ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കാൻ എത്ര സമയമാ കൊടുക്കുന്നത്? നമ്മുടെ പാർട്ടി മാഗസിനുകളും ദിനപത്രങ്ങളും വായിക്കാൻ സമയം കൊടുക്കുന്നില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് വായിക്കുവാൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുവാൻ എത്ര സമയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്? എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുകയാ, മൊബൈലിന് വേണ്ടി സമയം കൊടുക്കുന്നില്ലേ? സീരിയലിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നില്ലേ? യൂട്യൂബിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ സെലിബ്രിറ്റികളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മണിക്കൂറുകളോളം അവരുടെ വ്ലോഗുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? കോമഡി ഷോ കാണാൻ സമയമുണ്ട്, റിയാലിറ്റി ഷോ കാണാൻ സമയമുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നൂറുൽ ഹുദാ ഖുർആൻ തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു മജ്ലിസിൽ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹൃദയത്തിൽ കൈവച്ചെന്ന് ചിന്തിച്ചു നോക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആനുമായി എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഖുർആൻ ഞാൻ എത്രത്തോളം പാരായണം ചെയ്യുന്നുണ്ട്? ആ ഖുർആൻ ഞാൻ എത്രത്തോളം പഠിക്കുന്നുണ്ട്? ആ ഖുർആൻ എന്റെ ജീവിതവുമായി എത്രത്തോളം ബന്ധമുണ്ട്? നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം നമ്മുടെ മയ്യത്ത് ചുമന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെച്ചിട്ട് അവര് നമ്മുടെ ശരീരത്തിന് മുകളിൽ പലക വെച്ചിട്ട് സ്ലാബ് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാ മുൻകർ നക്കീർ അലൈഹിമസ്സലാം. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള രണ്ട് മലക്കുകളെ കടന്നു വരികയാ. ആ മലക്കുകൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ല. മൻ റബ്ബുക, നിന്റെ റബ്ബാടായിരുന്നടാ. വമാ ദീനുക, നിന്റെ ദീനേതായിരുന്നടാ. വമൻ നബിയുക, നിന്റെ നബിയാരായിരുന്നടാ. അക്കൂട്ടത്തിൽ ഒരു ചോദ്യമുണ്ട്, വമാ ഇമാമുക, വമാ ഇമാമുക, നിന്റെ ഇമാം എന്തായിരുന്നു? നിന്റെ വഴികാട്ടി എന്തായിരുന്നു? നിന്റെ കുടുംബ ജീവിതത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു? നിന്റെ കച്ചവടത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു? നിന്റെ കൊടുക്കൽ വാങ്ങലുകളുടെ വഴികാട്ടി എന്തായിരുന്നു? നിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു? നിന്റെ സ്വഭാവത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു? നിന്റെ സർവ്വവിധ മേഖലകളുടെയും വഴികാട്ടി എന്തായിരുന്നു? അവിടെ ഒരു വ്യക്തിയുടെ പേരല്ല ചോദിക്കുന്നത്, നാട്ടിലെ ഇമാമിന്റെ പേരല്ല ചോദിക്കുന്നത്, സംഘടനാ നേതാവിന്റെ പേരല്ല ചോദിക്കുന്നത്, പാർട്ടിയുടെ നേതാവിന്റെ പേരല്ല ചോദിക്കുന്നത്. പിന്നെയോ വമാ ഇമാമുക, നിന്റെ ഇമാം എന്തായിരുന്നു? അവിടെ ഖുർആനു ഇമാമി, എന്റെ ഇമാമ്, എന്റെ വഴികാട്ടി വിശുദ്ധ ഖുർആൻ എന്നും മറുപടി പറയാൻ കഴിയണോ? ഈ ആ ഖുർആനിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതവുമായി വിശുദ്ധ ഖുർആനിന് ബന്ധമുണ്ടാകണം. അപ്പോഴാണ് ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചിന്തിക്കും, നമുക്ക് അങ്ങനെയൊക്കെ ഒരു ബന്ധം വിശുദ്ധ ഖുർആനുമായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ദിവസം എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്? ഖുർആൻ ഒന്ന് പഠിക്കാൻ എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ആ സന്ദേശം ഒന്ന് ഏറ്റെടുക്കാൻ ഒരു ദിവസം എത്ര സമയം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറ്റും? നമ്മൾ എന്തായി ഖുർആനെ പറ്റി മനസ്സിലാക്കി? ഇതൊരു പഴഞ്ചനാന്നോ? അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ഒരു ചിന്ത. അതൊക്കെ പഴഞ്ചൻ, അതൊക്കെ അന്ന് കാലത്ത് പണ്ട് കാലത്ത് ആയത്തുകളൊക്കെ അല്ലേ. അതിപ്പോ ഖുർആൻ ഇപ്പം നമ്മളിങ്ങനെ എടുത്തു പിടിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുവോ? നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ടാവും. ഇവിടുത്തെ നിരീശ്വരവാദികളും യുക്തി ചിന്താഗതിക്കാരും ഒക്കെ പറയുന്നു 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചീഞ്ഞലഞ്ഞു നാറുന്ന സംസ്കാരമാണ് ഇതിൽ കുത്തി നിറച്ചിരിക്കുന്നത് എന്ന. ആര് പറഞ്ഞു? വിവരമില്ലാത്ത എംബോക്കികൾക്ക് എന്തറിയാം? ഇന്നും യൂറോപ്യൻ നാടുകളിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ എക്സ്പെരിമെന്റ് ടേബിളിന്റെ മുകളിൽ ഒരു വേദഗ്രന്ഥം ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു മതഗ്രന്ഥം ഇരിക്കുന്നുണ്ടെങ്കിൽ, ഓരോ സൂക്തങ്ങളും എടുത്ത് പഠനം നടത്തുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാത്രമല്ലേ? നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ മേശപ്പുറത്ത്, അവരുടെ എക്സ്പെരിമെന്റ് ടേബിളുകളിൽ ഒരു മതത്തിന്റെ വേദഗ്രന്ഥമുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാത്രമല്ല. ലോകം സാക്ഷിയല്ലേ, ലോകം സാക്ഷിയല്ലേ.
നമുക്ക് ഖുർആൻ വെറും പഴഞ്ചൻ. ഖുർആൻ പഠിച്ച ഈ ഹാഫിളീങ്ങളല്ലോ പടച്ചോനെ എന്ത് ചെയ്യാനാ, അവർക്ക് സ്കൂളിൽ പഠിത്തമൊന്നും കിട്ടിയില്ല, അവരിങ്ങനെ മദ്രസയിൽ പഠിച്ചു, അതിൻ്റെ ഇടയ്ക്കൂടെ സ്കൂളിൽ പോയി അങ്ങനെ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് തട്ടി ഹാഫിളായി ആലിമായി അവർക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് മുസ്ലിയാരായിട്ട് ജോലി ചെയ്യാം. നമ്മുടെ ചിന്താഗതികൾ അങ്ങനെയായിപ്പോയി. ദീനിന്റെ ഇൽമുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തവർ അള്ളാഹു അവരെ പാഴാക്കില്ല, അന്തസ്സുള്ള ജീവിതം അവർക്ക് നൽകും. ചിലപ്പോൾ ശമ്പളം 7000 ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 10000 ആയിരിക്കും, പക്ഷേ ജീവിതം റാഹത്ത അല്ലേ? നമ്മൾ കാണുന്നില്ല ഉസ്താദന്മാർ പെണ്ണും പിള്ളയും ബൈക്കിന്റെ പുറകെ വെച്ച് ഉസ്താദ് കറങ്ങി നടക്കുക, ശമ്പളം അത്രേ ഉള്ളൂ, ജീവിതത്തിന് ഒരു പ്രശ്നവും ഇല്ല, റാഹത്തായ ജീവിതം. ഏത് കല്യാണത്തിന് വിളിച്ചാലും പോകും, ഒരു കൈമടവ കട കൊടുക്കും. ഇനി ദൂരെ കൂട്ടുകാരന്റെ കല്യാണമാണോ, അവിടെയും പോകും ഉസ്താദ്, ഒറ്റയ്ക്ക് പോയില്ല, കുടുംബത്തെയും കൊണ്ടേ പോത്തോളൂ. ഇത്ര റാഹത്തായിട്ട് ജീവിതം ആസ്വദിക്കുക അള്ളാഹു കൊടുക്കും. അള്ളാഹു ഖുർആൻ പഠിക്കുന്നവരെ ദുനിയാവിലോ ആഖിറത്തിലോ പാഴാക്കി കളയില്ല, അള്ളാഹ് പാഴാക്കി കളയില്ല. നമ്മൾ ഖുർആനെ മനസ്സിലാക്കിയത് അതെന്തോ ഒരു സംഭവം, ഒരു മതഗ്രന്ഥം അല്ലേ? നിസ്കാരവും നോമ്പിനും മാത്രം ഖുർആൻ എടുത്താൽ മതി. പക്ഷേ നമുക്കാണ് തെറ്റുപറ്റിയത്. ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാർ, കീത്ത് മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഖുർആനിന്റെ പങ്ക് എന്ത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. കീത്ത് മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ. മൗറിസ് ബുഖായി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, നിസാര ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്, അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങള്, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ ചർച്ചയാ. നമുക്കറിയോ, ഏകദേശം 1800കളുടെ അവസാനത്തിൽ ചെങ്കടലിന്റെ അടിയിൽ നിന്നും ഫറോവയുടെ ശവശരീരം കിട്ടി. ആ ഫറോവയുടെ ശവശരീരം ഈജിപ്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാ നിങ്ങൾക്കറിയോ, ലോക ചരിത്രത്തിൽ ഒരേ ഒരു തവണ ആ മ്യൂസിയത്തിൽ നിന്നും ആ ശരീരം ഫ്രാൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ശരീരം ഒരേ ഒരു തവണ മാത്രമേ പുറത്തു കൊണ്ടുപോയിട്ടുള്ളൂ, പിന്നെ തിരിച്ച് അതേപോലെ കൊണ്ടുവന്നു. ആർക്ക് വേണ്ടിയിട്ടാ? മൗറിസ് ബുഖായി എന്ന ശാസ്ത്രജ്ഞന് വേണ്ടിയിട്ട്. അയാൾ ആവശ്യപ്പെട്ടു, ഭരണകൂടങ്ങൾ ഇടപെട്ടു. മൗറിസ് ബുഖായി എന്നൊക്കെ പറഞ്ഞാൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാ. അദ്ദേഹത്തിന്റെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് ഫ്രാൻസിലെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൗറിസ് ബുഖായി. ആ മൗറിസ് ബുഖായി ആവശ്യപ്പെട്ടപ്പോൾ ഈജിപ്തിലെയും ഫ്രാൻസിലെയും ഭരണകൂടം തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഫറോവയുടെ ശരീരം ഫ്രാൻസിലേക്ക് കൊടുത്തുവിട്ടു. നമ്മൾ ചിന്തിക്കണം. കാരണം അദ്ദേഹം അതിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് മൗറിസ് ബുഖായിയുടെ എക്സ്പെരിമെന്റ് ടേബിളിൽ ഫറോവയുടെ ശരീരം വന്നു. കാരണം അയാൾക്ക് വല്ലാത്ത അത്ഭുതം. ആ ശരീരം പരിശോധിക്കുമ്പോ 1000കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് ഈ ശരീരം. ഇതെങ്ങനെ കടലിന്റെ അടിയിൽ കിടന്നു? മത്സ്യങ്ങൾ കൊത്തിവലിച്ചില്ല. അതാ കടലിൽ കിടന്നിട്ട് തിരമാലകളിൽ അലഞ്ഞലഞ്ഞ് ആ ശരീരത്തിന്റെ കൈയും കാലും തലയും വേർപെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായില്ല. അത് ദ്രവിച്ചു പോയില്ല, അത് നശിച്ചു പോയില്ല, അത് വലിയ മത്സ്യങ്ങളോ വന്ന് വിഴുങ്ങിപ്പോയില്ല. ഒരു പോറലും ഏൽക്കാതെ 1000കണക്കിന് കൊല്ലം രാംസസ് രണ്ടാമന്റെ ശരീരം എങ്ങനെയാണ് ഈ കടലിന്റെ അടിയിൽ കിടന്നത്? അയാൾ അത്ഭുതപ്പെട്ടു പോയി. മൗറിസ് ബുഖായി ഖുർആനിൽ പറയുന്ന ഫറോവയുടെ പേര് രാംസസ് എന്നാണ്, രാംസസ് രണ്ടാമൻ. ആ രാംസസ് രണ്ടാമന്റെ ശരീരമല്ലാതെ ബാക്കി ഫറോവമാരൊക്കെ ചത്തു കഴിയുമ്പോ അവരെ പ്രത്യേക രാസവസ്തുക്കൾ വെച്ചിട്ട് പ്രത്യേക ഒരു പേടകത്തിനകത്ത്, മമ്മി എന്ന് പറയും, ഈജിപ്തിലൊക്കെ പോയാൽ നമുക്ക് കാണാം, നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മമ്മി എന്ന് പറയും. അതിനുള്ളിൽ വെച്ച് അടക്കം ചെയ്യുകയാ ചെയ്യുന്നത്. രാസവസ്തുക്കൾ വെച്ച് ശരീരം നശിക്കാതെ സൂക്ഷിക്കും. പക്ഷേ ഇതിൽ ഒരു രാസവസ്തുവും പുരട്ടിയിട്ടില്ല. ഇത് എംബാം ചെയ്ത ശരീരമല്ല, മറ്റെന്തെങ്കിലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് എങ്ങനെയാണ്? അദ്ദേഹം കുറെ അന്വേഷിച്ചു, അത്ഭുതമാണ്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ചിന്തയുണ്ടായി. മതഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നതെന്താ? അങ്ങനെ അദ്ദേഹം മതഭേദ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് പഠനം നടത്താൻ തുടങ്ങുകയാ. പല മതഗ്രന്ഥങ്ങളിലും ഫറോവയെ പറ്റി പറയുന്നുണ്ട്.
ഫറോവ മുങ്ങി ചത്തുപോയതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഫറോവയുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നില്ലല്ലോ. അങ്ങനെ ഡോക്ടർ മൗറിസ് ബുക്കായിയുടെ ഒരു ശിഷ്യരിൽപ്പെട്ട ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, മുസ്ലിമുകളുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്, അതിൽ ഫറോവ ചത്ത് കഴിഞ്ഞ് ശരീരം സംരക്ഷിക്കുമെന്ന് പറയുകയാ. ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കടലിങ്ങനെ മാറിക്കൊടുത്ത് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ മുസ്ലിമുകളുടെ പിന്നാലെ ഫറോവയും കിങ്കരന്മാരും ചെങ്കടലിലേക്ക് ഇറങ്ങുമ്പോ മൂസാ നബിയും അനുയായികളും രക്ഷപ്പെട്ടു പോയി. അല്ലാഹു തആല കടലിനെ വീണ്ടും ചേർത്ത് കളയുകയാ. അങ്ങനെ ചെങ്കടലിന്റെ ആഴങ്ങളിൽ ചെളിവെള്ളവും ഉപ്പുവെള്ളവും ശരീരത്തിലേക്ക് കയറിയിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവ, ആ ഫറോവയുടെ അല്ലാഹു തആല പറയുകയാ, ഫൽയൗമ നുനജ്ജീക ബിബദനിക. ഏ ഫറോവ, ഇന്നു മുതൽ നിന്റെ ശരീരത്തെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാ, യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ, മത്സ്യങ്ങൾ തിന്ന് നശിച്ചു പോകാതെ, മത്സ്യങ്ങൾ വിഴുങ്ങി നശിച്ചു പോകാതെ, പറവകൾ കൊത്തി വലിച്ചു കൊണ്ടുപോകാതെ, അതാ ഈ ശരീരത്തെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതാ. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമായിട്ട്, നിന്റെ കാലഘട്ടത്തിന് ശേഷം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അധിക ജനങ്ങളും അശ്രദ്ധയിൽ കഴിയുകയാ. ഈ ഒരു ആയത്ത് കൊണ്ടതും മൗറിസ് ബുക്കായിയുടെ ഹൃദയം തുറക്കുകയാ. എത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറയുന്നത്, എത്ര സ്പഷ്ടമായിട്ടാ ഖുർആൻ പറയുന്നത്. ഒരു കേടുപാടുമില്ലാതെ ഈ ശരീരം സൂക്ഷിക്കുമെന്ന്, പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൃഷ്ടാന്തമായി അതിനെ നൽകുമെന്ന് മൗറിസ് ബുക്കായി ഏറ്റെടുക്കുന്ന വിശുദ്ധ ഖുർആൻ. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയാ. ഡോക്ടർ മൗറിസ് ബുക്കായി മുസ്ലിമായി. അദ്ദേഹം പിന്നെ ഗ്രന്ഥം എഴുതി. വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ന പേരിൽ ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മളിപ്പോഴും ഈ ഖുർആൻ ഒരു പഴഞ്ചൻ സാധനം, മുസ്ലിയാക്കന്മാർക്ക് ഓതാനുള്ള, റമളാനിൽ മാത്രം ഓതാനുള്ള ഒരു സാധനം, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് തുറന്ന് ഖുർആൻ ആയത്തുകൾ കണ്ട് കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിസ്സാരമാണെന്ന് നമ്മൾ കരുതിയോ? നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിച്ചോ? തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നിന്നാൽ തായ്ലൻഡിലെ തേജാസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീര ഘടനകളെ പറ്റിയിട്ട് പഠനം നടത്തുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആദ്യകാലത്തൊക്കെ മനുഷ്യ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളില്ല, 4 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. അന്ന് തൊലി എന്ന് പറയുന്നതിന് ഇതിനകത്തോട് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പർശനത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ഇന്ദ്രിയമായി തൊലിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തലച്ചോറോ മറ്റോ ആയിരിക്കുമെന്ന ചർച്ചകൾ ഇങ്ങനെ നടക്കുക. പക്ഷേ തേജാസന്നിന് അതങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു കണ്ടെത്തൽ പറ്റുന്നില്ല. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? മനുഷ്യൻ സ്പർശനത്തിലൂടെയല്ലേ തിരിച്ചറിയുന്നത്, തലച്ചോറിലൂടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ കണ്ടുപിടുത്തം അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇത്രയും നാളെ തന്റെ പഠനവും തന്റെ ഗവേഷണവും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടുന്നില്ല. തേജാസന് കുറെ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സൗദി അറേബ്യയിലുള്ള വലിയൊരു ഹോസ്പിറ്റൽ അദ്ദേഹത്തെ ഡോക്ടറായി ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. അവിടെ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലുള്ള ആളുകൾ പോലും ചികിത്സിക്കുന്നത് തേജാസനാണ്, തായ്ലൻഡുകാരനായ തേജാസൻ. അങ്ങനെ ആ തേജാസൻ റിയാദിലുള്ള ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തെ പറ്റി ഖുർആനിൽ പറയുന്ന ചില ആയത്തുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഓതി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോഴും അത് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, അത് പല വേദഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹം പലതും അത് ബുദ്ധ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അതിനിടയിൽ ഒരായത്ത് ഒരു ആലിമോതുകയുണ്ടായി. നരകത്തെപ്പറ്റി പറയുന്ന ആയത്താണ്, അല്ല വേറൊന്നുമില്ല. നരകത്തെപ്പറ്റി പറയുന്ന ആയത്ത്. നരകത്തിൽ അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷകളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. അതിൽ അല്ലാഹു പറയുന്നു, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന മനുഷ്യരാ. നരകത്തിൽ കിടന്നുകൊണ്ട് ശരീരത്തിന്റെ തൊലിയെല്ലാം വെന്തുരുകി കഴിയുമ്പോൾ അല്ലാഹു പറയുന്നു, കുല്ലമാൻ നളിജത് ജുലൂദുഹും, അവരുടെ ശരീരത്തിന്റെ തൊലി ഉരുകി മാറിക്കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ആ ഉരുകിപ്പോയ തൊലിയുടെ സ്ഥാനത്ത് പകരമായി വീണ്ടും അല്ലാഹു തൊലിയെ നൽകുകയാ. നരകത്തിൽ തൊലി ഉരുകി മാറിയിട്ട് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അല്ലാഹു ആ സ്ഥാനത്തേക്ക് വീണ്ടും തൊലി കൊടുക്കുകയാ. എന്തിനാണ്? ലിയദൂഖുൽ അദാബ്, അവര് വേദന രുചിക്കാൻ വേണ്ടിയിട്ടാ, വേദന അറിയാൻ വേണ്ടിയിട്ട് തൊലി ഇങ്ങനെ ഉരിമാറുമ്പോ വീണ്ടും തൊലിയിട്ട് കൊടുക്കുന്നു വേദന അറിയാൻ. ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുമ്പോ തേജാസന് ചിന്തിച്ചു പോകുന്നു, എത്രയോ വലിയ സത്യമാ, എത്രയോ വലിയ സത്യമാ. തന്റെ അന്വേഷണ ഗവേഷണങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകപ്പെട്ടിരിക്കുകയാ. അതേ മനുഷ്യ ശരീരം വേദനയറിയുന്നത് സ്പർശനശേഷിയിലൂടെ, തൊലിയിലൂടെയാ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ തൊലിയിലൂടെയാണ്, ചർമ്മത്തിലൂടെയാണ് മനുഷ്യൻ വേദനയറിയുന്നത്, സുഖമറിയുന്നത്, തണുപ്പറിയുന്നത്, ചൂടറിയുന്നതെന്ന് ലോകത്തിന് മുമ്പിൽ തേജാസന് വിളിച്ചു പറയുന്നു. അതോടൊപ്പം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെയും ഏറ്റെടുക്കുകയാ. തേജാസന് മുസ്ലിമായി. ഇവരൊക്കെ നിസ്സാര ആളുകളാണോ? നമ്മളെ ഇവിടേക്ക് ഇങ്ങനെ വേദിയും കെട്ടിയിട്ട് എസൻസും പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ, യുക്തിവാദികൾ എന്ന് പറയുന്നവർ, ഒന്നും അറിയാത്ത ക്യാമ്പസിൽ നിന്നും കുറെ കുട്ടികളെയൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ലിബറിസം വേണം, നമുക്ക് ഉദാര ലൈംഗികത വേണം, ആർക്കാരെ കണ്ടാലും എപ്പോഴാണെങ്കിലും കാമിക്കുവാനുള്ളതായ അവസരം വേണം, എനിക്കിപ്പോ ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആണാണ്, പെണ്ണെന്ന് തോന്നിയാലും പെണ്ണാണ്, രണ്ടുമല്ല എന്ന് തോന്നിയാൽ രണ്ടുമല്ല എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് വികാര വിചാരങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്തിട്ട് ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിച്ചെടുത്തിട്ട് ഖുർആനിനെതിരെ കൊണ്ടുവരികയാ എക്സ് മുസ്ലിമുകൾ എന്നും പറഞ്ഞിട്ട് ഖുർആനിനെതിരെ ആളുകളെ കൊണ്ടുവന്നിരിക്കുക. ഈ പറയുന്ന നിരീശ്വരവാദികളായ വിവരമില്ലാത്തവർക്കറിയോ, ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരിവിടെ ഖുർആൻ ഏറ്റെടുത്തിരിക്കുകയാണോ? അവര് ഖുർആൻ പഠിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവർ പറയുന്നു, ഈ ഖുർആൻ പറയുന്നത് സത്യമാണ്, അല്ലാഹു ഏകനായ ഇലാഹാണ്, മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്, സ്വർഗവും നരകവും ഉണ്ട്. ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നിസ്സാര വിഷയാണോ? വിശുദ്ധമായ ഖുർആൻ ലോകത്ത് പരിചയപ്പെടുത്തിയതുപോലെ ശാസ്ത്രമേഖലകൾ ലോകത്ത് പരിചയപ്പെടുത്തിയ മറ്റൊരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ല, അത് സയൻസ് പഠിപ്പിക്കേണ്ട ഗ്രന്ഥമൊന്നുമല്ല. പക്ഷേ വിശുദ്ധമായ ഖുർആനിൽ അപ്പോഴും ശാസ്ത്രത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ. നമ്മൾ നോക്കണം, ഇന്നിപ്പോ നമ്മുടെ മക്കളൊക്കെ 10ാം ക്ലാസ്സൊക്കെ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ മക്കളോട് ചോദിച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 സയൻസ് എടുക്കണം, എന്നിട്ട് എനിക്ക് മെഡിക്കലിന് പോകണം, എനിക്കൊരു ഡോക്ടറാകണം എന്നൊക്കെ പറയും, MBBS എടുക്കണം, എന്നിട്ട് അതിൻ്റെ വലിയ വലിയ പഠനങ്ങളിലേക്ക് പോകണം, എന്തിനുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമ്മൾ അറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്നതാരാ? ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് എങ്കിൽ, ഗൂഗിൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. അവിടെ നമുക്കൊരു പേര് കാണാൻ പറ്റും, അവിസന്ന എന്നൊരു പേര്. അവിസന്ന എന്നൊരു പേരുണ്ട്. ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി അവിസന്നയുടെ പേര് നമുക്ക് കാണാൻ പറ്റും. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ മെഡിക്കൽ കോളേജുകളുടെ മുന്നിൽ അവിസന്നയുടെ പ്രതിമ പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാണ് അവിസന്ന? മെഡിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
അവരുടെ മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മൂലഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചില ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ദ കാനോൻ ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്നാണ്. ദ കാനോൻ ഓഫ് മെഡിസിൻ. രണ്ടാമത്തേത് ദ ബുക്ക് ഓഫ് ഹീലിംഗ്, ചികിത്സയെപ്പറ്റി പഠിപ്പിക്കുന്നതായ ഇതിൽ നിന്നാണ് പുതിയ പുതിയ പഠനങ്ങളും കണ്ടെത്തലും. ഈ അവിസന്ന എന്ന് പറയുന്നത് ആരാ? ഈ ബുക്ക് ഓഫ് ഹീലിംഗ് എന്നും കാനോൻ ഓഫ് മെഡിസിനും എന്നുമൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ പുസ്തകങ്ങളൊക്കെ എവിടെ നിന്നാ, ആരാ രചിച്ചത് നമ്മൾ തിരിച്ചറിയണം. അവിസന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവഗാഹം നേടിയ, നെഞ്ചുവരെ ദാടി വളർത്തിയ, തലപ്പാവ് കെട്ടിയ, നീളം വസ്ത്രം ധരിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നു സീന. ആ ഇബ്നു സീന എന്ന മുസൽമാനെയാണ് അമേരിക്കക്കാരൻ അവിസന്നയാക്കി മാറ്റിയത്. ഇബ്നു സീനയെ അവിസന്നയാക്കി മാറ്റി. ദ ബുക്ക് ഓഫ് ഹീലിംഗ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴിമാറ്റപ്പെട്ട പുസ്തകം. അതിന്റെ അടിസ്ഥാന മൂലഗ്രന്ഥം അറബി ഭാഷയിലാ. ആ ഗ്രന്ഥം രചിക്കപ്പെട്ടത് അറബിയിലാണ്. കിതാബുഷിഫ. ആ കിതാബുഷിഫയിനെയാണ് ദ ബുക്ക് ഓഫ് ഹീലിംഗ് ആക്കി മാറ്റിയത്. ദ കാനോൻ ഓഫ് മെഡിസിൻ, അൽ ഖാനൂനു ഫി തിബ്ബ്, വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ. അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന പേരിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സീന എന്ന ഖുർആൻ പണ്ഡിതൻ അറബി ഭാഷയിൽ രചിച്ചതിനെ യൂറോപ്യൻ എടുത്ത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റി. നമ്മളിത് വല്ലോ അറിയുന്നോ? നമ്മളിത് വല്ലോ തിരിച്ചറിയുന്നോ? മെഡിക്കൽ സയൻസിന് പോകുന്ന നമ്മുടെ മക്കൾക്ക് ഖുർആനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിസ്കാരം തന്നെ ഉണ്ടോ? 5 നേരം കൃത്യമായി നിസ്കരിച്ച, സുന്നത്ത് നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കാതിരുന്ന, വിശുദ്ധ ഖുർആനുമായി അങ്ങേയറ്റം ബന്ധം പുലർത്തിയ ആളുകളാണ് ഇവർ ഈ പഠിക്കുന്ന പുസ്തകങ്ങളുടെ മൂലഗ്രന്ഥം രചിച്ചത്. പക്ഷേ ഇന്നിത് പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ദീനുമായിട്ടൊരു ബന്ധവുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, അതേപോലെ ജിയോളജിയിലേക്കൊക്കെ കടന്നു വന്നാൽ ഖവാരിസ്മി എന്നൊരു പേരുണ്ട്. ദ ഇമേജ് ഓഫ് ദി എർത്ത് എന്ന പേരിൽ ഭൂമിയുടെ ഘടന പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആരാ അത്? മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി. മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി ഒരു ഖുർആൻ പണ്ഡിതനാണ്. അദ്ദേഹം പക്ക അറബി ഭാഷയിൽ രചിച്ച കിതാബു സൂറത്തുൽ അർള് അമേരിക്കക്കാരൻ മൊഴിമാറ്റി ദ ഇമേജ് ഓഫ് ദി എർത്താക്കി മാറ്റി. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ഇന്ത്യയിൽ നിന്ന് മംഗളിയാൻ യാത്ര ചെയ്തു. എവിടേക്കാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്ക് പോയി സ്ഥിതി ചെയ്യുകയുണ്ടായി. ലോകത്തൊരു രാജ്യത്തിനും കഴിഞ്ഞില്ല. അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല, റഷ്യക്ക് കഴിഞ്ഞില്ല, ജപ്പാന് കഴിഞ്ഞില്ല. പക്ഷേ ISROയിലെ മിടുക്കന്മാരായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അവരെ ഉയർത്തട്ടെ, അള്ളാഹു അവരെ വളർത്തട്ടെ, ഇനിയും വലിയ വലിയ മേഖലകളിലേക്ക് പടച്ചവനവരെ കൊണ്ടെത്തിക്കട്ടെ. ഇന്ത്യ രാജ്യത്തിന് എല്ലാ കാലവും ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്ക് ആദ്യമായി ഒരു പേടകം ഇറക്കിയത് ഇന്ത്യ രാജ്യമാണ്. ആകാശത്തിന്റെ മേഖലകൾ കടന്നിട്ട് ഒരു പേടകം യാത്രയായി. നമ്മൾ ചിന്തിച്ചേ, നമുക്കിതൊക്കെ വലിയ അഭിമാനമാണ്, നമുക്കിതൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ല പേട്ടയിലുള്ള ISRO, തുമ്പയിലുള്ള ISROയ്ക്ക് പോലും അതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് ആ കാര്യത്തിലൊക്കെ. അല്ലാതെ മംഗളയാൻ അങ്ങ് അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതൊന്നുമല്ല, ഇവിടെ ആദ്യമായി വിമാനം പറപ്പിച്ച ഞങ്ങളാണ്, ഞങ്ങളുടെ പുഷ്പവിമാനമാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ വരുന്നില്ല. പുസ്തകങ്ങളിൽ ഞങ്ങളുടെ ഉൾക്കൊള്ളിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതേസമയം നമുക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ യാത്ര നടത്തി, ഇസ്രാ മിഅ്റാജ് നടത്തിയ ഒരു യാത്രയുണ്ട്. ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിൽ ഏറിയിട്ട് ഹബീബായി റസൂൽ ആകാശത്തിന്റെ സർവ്വസീമകളും കടന്നിട്ട് സ്വർഗവാതിലുകളെല്ലാം നരകവാതിലുകളെല്ലാം കടന്ന് അങ്ങേയറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ പോയി. നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. ആ സംഭവം നടന്നത് മക്കയിലാ. പക്ഷേ മക്കയിൽ ഒരു സ്കൂളിൽ പോലും ലോകത്താദ്യമായി വിമാനയാത്ര നടത്തിയത്, റോക്കറ്റ് നടത്തിയത് റസൂലുള്ളാഹി എന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്നു ഇവിടുത്തെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നില്ലേ,
നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ. ആകാശത്തിൻ്റെതായ ഭൂമിയുടേതായ സീമകൾ കടന്നുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ. പക്ഷേ അള്ളാഹു സഹായിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പറ്റൂല. അല്ലേ? സുനിത വില്യംസ് എന്ന ശാസ്ത്രജ്ഞ ഇപ്പോഴും അവിടെ കിടക്കുക, തിരിച്ചു വരാൻ പറ്റുന്നില്ല. എന്താ? കണ്ടുപിടുത്തങ്ങൾ ഇല്ലാത്തോണ്ടാണോ? സംവിധാനങ്ങൾ ഇല്ലാത്തോണ്ടാണോ? പറ്റുന്നില്ല. ഇനി എത്ര നാൾ ആ സ്ത്രീ അവിടെ കിടക്കുമെന്ന് അള്ളാഹു താല ഒരു പോർലും ഇല്ലാതെ തിരിച്ചെത്തിക്കട്ടെ. കാരണം അവരൊക്കെ അവരുടെ ജീവിതം തന്നെ വെച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല. എത്ര നാൾ കിടക്കും? അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജിന്നുകളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആകാശ ഭൂമികളുടെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ പൊക്കോളിൻ. ബഹിരാകാശത്ത് പോവിൻ, ചന്ദ്രനിലേക്ക് പോവിൻ, ചൊവ്വയിലേക്ക് പോകിൻ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അധികാരവും സഹായവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് പറ്റൂല. അള്ളാഹ് സഹായിച്ചിട്ടല്ലാതെ സുനിത വില്യംസിന് തിരിച്ചു വരാൻ പറ്റൂല. ഖുർആൻ പറയാ പോണം, പഠിക്കണം. പക്ഷേ നമ്മളൊന്ന് തിരിച്ചറിയണം, ഇവിടെ ആകാശത്തിന്റെ സീമകൾ കടന്നു പോകാൻ വിമാനങ്ങൾ കണ്ടുപിടിച്ചതാരാ? റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. നമ്മളൊക്കെ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് എഴുതുന്നതും ഒക്കെ അങ്ങനെ തന്നെയാ. ഒരുപാട് ഗവേഷണങ്ങൾ അവര് നടത്തി. ചിറക് വെച്ച് പിടിച്ചിട്ട് പറക്കാൻ നോക്കി ആദ്യമായി. പിന്നെ അതിൽ നിന്നും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് അവരെത്തി. എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കുവാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാ? ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ, ഇപ്പൊ അവിടെ ഉണ്ടോന്ന് അറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇതുപോലെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമുണ്ട്. വലിയ ഉസ്താദ് കണ്ടായിരുന്നു ഇറാഖിൽ പോയപ്പോ? കണ്ടിരുന്നോ? വലിയ ഉസ്താദ് ഇറാഖിലൊക്കെ പോയിട്ടുള്ള ആളാ. അവിടെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമുണ്ട്. ആരാ? റൈറ്റ് സഹോദരന്മാരാണോ? അല്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ലോകത്താദ്യമായി പറക്കണമെന്ന് ചിന്തിച്ചതാരാ? പറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതാരാ? ഒരു മുസൽമാൻ, അബ്ബാസ് ബിൻ ഫിർനാസ്. അബ്ബാസ് ബിൻ ഫിർനാസ് പറക്കണം, മനുഷ്യന് പറക്കണം, ആകാശത്തിന്റെ സീമകൾ കടന്നു പോകണം. അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഫാദർ ഓഫ് ഏവിയേഷൻ, വ്യോമശാസ്ത്രത്തിന്റെ പിതാവ് എന്ന അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫിർനാസ്. സഹോദരങ്ങളെ, വിനീതൻ ഇത് പറഞ്ഞത് വ്യോമശാസ്ത്രത്തിന്റെ പിതാവായ അബ്ബാസ് ബിൻ ഫിർനാസ് ആയാലും, ഗോളശാസ്ത്രത്തിൽ കണ്ടുപിടുത്തം നടത്തിയ മൂസാ ബിൻ ഖവാരിസ്മി ആയാലും, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ അബ്ദുല്ലാഹ് ബിൻ സീനയായാലും, ഇവർക്കെല്ലാം പ്രചോദനം നൽകപ്പെട്ടത് എവിടെ നിന്നാ? ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടി കേട്ട്, ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി കേട്ട് പ്രചോദനങ്ങൾ നൽകപ്പെട്ടത് എവിടെ നിന്നാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവിടേക്കാണ് നമ്മൾ തിരികെ എത്തേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യനും ചിന്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യനും പറക്കേണ്ടതുണ്ട്. പറവകള് പറക്കുന്നതെങ്ങനാ? അതേ, ചിറവുകൾ വിടർത്തിയിട്ട് പറവകള് പറക്കുന്നത് പോലെ മനുഷ്യനും പറക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ചിറകുകൾ വെച്ച് പിടിച്ചിപ്പിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ച അബ്ബാസ് ബിൻ ഫിർനാസ് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നറിയുമോ? അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്നില്ലേ? അവലം ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദന, നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ചിറക് വിരിച്ച് പറക്കുന്നതായ പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? കാരുണ്യവാനായ പടച്ചവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണുപോകാതെ ആ ചിറകുകളിൽ അവരെ താങ്ങി നിർത്തിയിരിക്കുന്നതെങ്ങനാ?
ഏ മനുഷ്യ നീ ചിന്തിച്ചു നോക്കടേ, ഏ മനുഷ്യ നീ പഠനം നടത്തി നോക്കടേ. അതേ പറക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകിയ വിശുദ്ധ ഖുർആൻ, ഏവിയേഷൻ അടിസ്ഥാന ശിലയിട്ടുകൊണ്ട് ലോകത്തോട് ആദ്യമായി പറവകളെ നിരീക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ തീർന്നിട്ടില്ലല്ലോ സഹോദരങ്ങള്. ഓരോ ശാസ്ത്ര മേഖലകൾ നമ്മൾ എടുത്താലും അള്ളാഹുവിന്റെ ഖുർആനല്ലേ അവിടെ അടിസ്ഥാനമിട്ടിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുന്നു, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്തുകൊണ്ട് അവരൊട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ല? അവിടെ ആ ഒട്ടകങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? എങ്ങനെന്ന് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ ശരീരഘടന എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ജീവിതം എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ശാസ്ത്രം എങ്ങനെയാ? ആ ഒട്ടകത്തിലേക്ക് നോക്കിക്കൊണ്ടവര് പഠനം നടത്താത്തതെന്തോ? അതേ ജന്തുശാസ്ത്രം പഠിക്കാൻ പ്രചോദനം നൽകുന്ന ഖുർആൻ, വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. നിശ്ചയമായും നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആ നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾ ഗവേഷണം നടത്തടേ, ജന്തുശാസ്ത്രം നിങ്ങൾ പഠിക്കടേ, സുവോളജി നിങ്ങൾ പഠിക്കടേ. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. എങ്ങനെയാണ് ആ നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പാനീയമായ പാല് വരുന്നതെങ്ങനെയാ? ചീഞ്ഞു നാറുന്ന ചാണകത്തിന്റെയും മലിനമായ രക്തത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുന്ദരമായ വെള്ള നിറമുള്ളതായ പാനീയമായ പാല് കിട്ടുന്നതെങ്ങനാ? ഏ മനുഷ്യരെ നിങ്ങൾ പഠിക്കടേ, ജന്തുക്കളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയെ പറ്റി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു ജന്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലഭാഗിയ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലസ് സമാഇ കൈഫ റുഫിഅത്, എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് അവർ നോക്കാത്തതെന്ത്? അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിമാഖാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജാ. തട്ടുതട്ടുകളായി ആകാശത്തെ വിധാനിച്ച അല്ലാഹ് അതിൽ സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്ന അല്ലാഹ്. എന്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല? അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക, ആകാശത്തെ പറ്റി പഠിക്കുക, അസ്ട്രോണമി നിങ്ങൾ പഠിക്കുക, വാനശാസ്ത്രം പഠിക്കുക. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലൽ ജിബാലി കൈഫ നുസിബത്ത്, അതേ പർവ്വതങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി നശിച്ചു പോകാതിരിക്കാൻ ആണിയടിപ്പിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹ്. പ്രകൃതിയെ പറ്റി പഠിക്കണേ, കാലാവസ്ഥകളെ പറ്റി പഠിക്കണേ, സന്തുലിതാവസ്ഥയെ പറ്റി പഠിക്കണേ. സഹോദരങ്ങളെ, വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ വേദന മാറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂരൽമലയുടെ പ്രദേശങ്ങൾ കണ്ടുപോയതാ. റബ്ബേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകൃതി രമണീയ കൊണ്ട് അനുഗ്രഹിച്ച ഇടമാ. പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ. എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യര് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ, ആ കുന്നുകൾ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങിയപ്പോ, അല്ലാഹു ആണികളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയവുമായി വരികയാ. അല്ലാഹു പറയുന്നു, മനുഷ്യരെ നിങ്ങൾ പഠിക്കുക. അല്ലാഹു പർവ്വതങ്ങളെ ഭൂമികൾ കാണികൾ
ദ്വാരങ്ങളാക്കി വച്ചിരിക്കുന്നത് എങ്ങനെയാ? എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? വഇലൽ അർളി കൈഫ സുതിഹത്, ഈ ഭൂമിയെ പടച്ചവൻ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ? ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെ? ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക, ഭൗമശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ, ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ലാത്ത, ടെലസ്കോപ്പ് ഇല്ലാത്ത, മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില്, ആധുനിക കണ്ടുപിടുത്തങ്ങളില്ലാത്ത കാലഘട്ടത്തില്, ഗവേഷണങ്ങൾ നടത്തപ്പെടാത്ത കാലഘട്ടത്തില്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ മരുമണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ തന്റെ അനുചരന്മാരെ വിളിച്ചിരുത്തി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാ. നിങ്ങൾ ഭൗമശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ വാനശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ അതുപോലെ ശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു പോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയ തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് പരിപൂർണ മനുഷ്യനെന്ന സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ? പഠിക്കണം മനുഷ്യരെ, നിങ്ങൾ ഭ്രൂണശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹ് ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു തആല രക്തപിണ്ഡമാക്കുകയാ. അത് പിന്നെ മാംസകഷണമായി മാറുകയാ, അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ, അതിലേക്ക് മാംസം കൊണ്ട് പൊതിയുകയാ. അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ആ എംബ്രയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ തുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? വാനത്ത് ലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നതാരാ? ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ. നിങ്ങൾ കത്തിക്കുന്ന തീയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീ കത്തുന്നത് എങ്ങനെയാണ്? തീ കത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? വാതകങ്ങളെ പറ്റി പഠിക്കണം, തീയിനെ പറ്റി പഠിക്കണം. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു الزارعون ലൗ നശാഉ ലജഅൽനാഹു ഹുത്വാമൻ ഫലൗലാ തഷ്കുറൂൻ. അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? ദ ബിഗ് ക്രഞ്ച് തിയറി. ഭൂമി നശിക്കുന്ന ഒരവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഈ ഭൂമിയൊക്കെ നശിക്കും. ഖുർആൻ പറയുന്നില്ലേ എത്രയോ ഭാഗങ്ങളിൽ? ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ബലൂൺ ഊതിപ്പെരിപ്പിക്കുമ്പോൾ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ്. നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ആധുനിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുക. എന്നാ നമുക്കറിയോ, ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ്, നമ്മുടെ കൈകൾ കൊണ്ട്, അധികാരം കൊണ്ടാണ്. വഇന്നാ ലമുസിഊൻ, അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നാമാണ്. ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു അവസാനം ഇതൊരു ശാസ്ത്ര ക്ലാസ്സായി പോയി. അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയേ? ഈ ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രമൊക്കെ ഇനി അതും കൂടെ ഒക്കെ പറയാൻ നിന്ന സമയം നമുക്കൊരുപാടായി പോവും.
ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രങ്ങളുണ്ട്. എനിക്കറിയൂ, സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കൊമറ്റ് ഓഫ് ഹാലി, ഹാലിയുടെ വാൽ നക്ഷത്രം എന്നാണ് അതിന് പറയുന്നത്. എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത്, ദ കൊമറ്റ് ഓഫ് ഹാലി. ഈ വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വാൽ നക്ഷത്രം, നമ്മൾ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ തീയാണ്, പുകയാണ്, ഭയങ്കര സംഭവമാണ്, തൊട്ടാ കരിഞ്ഞു പോകും. ശാസ്ത്രം അതിന് കൊടുക്കുന്നൊരു ഡെഫിനിഷനുണ്ട്. ആൻ ഐസി സ്മാൾ സോളാർ സിസ്റ്റം ബോഡി, സൗരയുധത്തിലുള്ള തണുത്തുറഞ്ഞ ഒരു ബോഡി, ഒരു ഘടകമാണ് കൊമറ്റ്, വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ. ഉൽക്ക വാൽ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്നു. ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, വ അൻസൽനാ മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്. ആകാശത്ത് നിന്ന് വലിയ മഞ്ഞുമലകളിൽ നിന്നും മഞ്ഞ് നാം താഴോട്ടിറക്കുമെന്ന്. ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ പറഞ്ഞത്? അതുപോട്ടെ, ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയും. ഹാലി കണ്ടുപിടിച്ചൊരു ഒരു നക്ഷത്രമുണ്ട്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽ നക്ഷത്രം അതാണ്. ശ്രദ്ധിച്ചോണേ, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽ നക്ഷത്രം. കാരണം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും അതിന് നിറവ്യത്യാസം ഉണ്ടാവും, അതിന് വലിപ്പത്തിന് ആകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 1986 അവസാനമായി അതിനെ കണ്ടത്. ഒരു പുരുഷായുസിൽ ഒരു പക്ഷേ 2 തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും അതേ ഉള്ളൂ. കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വരണമെങ്കിൽ 10,100,000 കൊല്ലമാവും, കാണാൻ പറ്റൂല. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ ആകൃതി, മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം, ഇതൊക്കെ വെച്ചിട്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും. മൂന്നാമത്തേത്, ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ 76 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത്. 986 വന്നു. ഇനി ഏകദേശം 2060 മറ്റോ ഒക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 3 പ്രത്യേകതകൾ ഇത് ശ്രദ്ധിച്ചോണം. എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് നിറം കൊണ്ട്, വലിപ്പം കൊണ്ട്, ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രം, അത് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും ആകാശത്തിൽ. രണ്ടാമത്തേത്, നമ്മൾ കാണുന്നിടത്ത് തന്നെ അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നക്ഷത്രം. മൂന്നാമത്തേത്, 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷമാകുന്നത്. ഈ 3 കാര്യങ്ങളും എത്രയോ വലിയ കണ്ടുപിടുത്തമാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, അതിനേക്കാളുമൊക്കെ എത്രയോ കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് പറഞ്ഞു തരിക. അത്ഭുതം തോന്നുന്നുണ്ടോ? ഈ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം, എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന നിറവും വലിപ്പവും ആകൃതിയുമുള്ള നക്ഷത്രം, എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന നക്ഷത്രം, 76 വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന നക്ഷത്രം. വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറയുകയാ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർള്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ഭൂമികളിലുള്ള ചില രഹസ്യങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബിയുടെ വിശ്വാസം ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട് ആകാശഭൂമികളെ ചില അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത് മുഴുവനും വിശദീകരിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല. എന്നാൽ അക്കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈല റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാതിരാത്രിയുടെ നിശബ്ദതയിൽ വന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാ, തന്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാ. ആ സമയത്താ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി വന്ന് മൂടുന്ന സമയത്ത് റആ കൗകബാ, ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നക്ഷത്രത്തെ കാണുകയാ. ഖുർആൻ പറഞ്ഞത് റആ കൗകബാ, ഒരു നക്ഷത്രത്തെ കണ്ടു എന്ന്. രാത്രിയിൽ ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാ. ആ ഒരു നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാ? എഡ്മണ്ട് ഹാലി എന്ന ശാസ്ത്രജ്ഞന് ഒരു നക്ഷത്രത്തെ മാത്രം ശ്രദ്ധിച്ചത് അതിന്റെ വലിപ്പ വ്യത്യാസം കൊണ്ട്, അതിന്റെ നിറവ്യത്യാസം കൊണ്ട്, അതിന്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ നക്ഷത്രത്തെ കാണുകയാ. റആ കൗകബാ, ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. കണ്ടു എന്ന് മാത്രമല്ല, തന്റെ ജനങ്ങളെയെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാ. ഒരു പ്രത്യേകതയും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാ ജനങ്ങളും അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന നക്ഷത്രങ്ങൾക്കിടയിൽ വലിപ്പ വ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ നിറവ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ ആകൃതി വ്യത്യാസമുള്ള ഒരു നക്ഷത്രമാ റആ കൗകബാ. ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. ഇബ്രാഹിം ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ച പഠനം നടത്തുമ്പോൾ ഖുർആൻ തൊട്ടെടുത്ത് പറയുന്നു ഫലമ്മാ അഫലാ. അതേ എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച വാൽ നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? എവിടെയാണോ കണ്ടത് അവിടെ തന്നെ അത് ഡിസപ്പിയർ ആവുക എന്നുള്ളതാ. എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാ. ഖുർആൻ പറയുന്നു ഫലമ്മാ അഫലാ. ഇബ്രാഹിം നബിയും തന്റെ ജനങ്ങളും ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നക്ഷത്രം അപ്രത്യക്ഷമാവുകയാ, ആ നക്ഷത്രം അസ്തമിച്ചു പോവുകയാ. എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറയുന്നത്. എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രമാണെന്ന് വെറുതെ പറയുന്നതല്ലല്ലോ. എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എല്ലാ നക്ഷത്രങ്ങളുടെ ഇടയിലും അസ്തമിച്ചു പോകുന്ന നക്ഷത്രമാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ? 76 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈലിലുണ്ടല്ലോ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ സൂറത്തുൽ അൻആം നിങ്ങളൊന്ന് എടുക്കുവോ? എന്നിട്ട് ആ സൂറത്തുൽ അൻആമിൽ 76ാമത്തെ ആയത്തൊന്ന് എടുക്കുമോ? ആ 76ാമത്തെ ആയത്തിലാ ഇബ്രാഹിം നബി കണ്ട നക്ഷത്രത്തെ പറ്റി അല്ലാഹു പറയുന്നത്. 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ് 75ാമത്തതിലും പോയില്ല, 77ാമത്തതിലും പോയില്ല. കൃത്യമായി 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ആ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലിൽ യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത ഖുർആൻ ഇറക്കിയ റബ്ബേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും റബ്ബേ. എത്ര സ്പഷ്ടമായിട്ടാ ഖുർആൻ പറഞ്ഞേ. എല്ലാ നക്ഷത്രങ്ങളുടെയും ഇടയിൽ റആ കൗകബ, ആ നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി കാണുകയും ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ അതിന് വലിപ്പ വ്യത്യാസം, നിറവ്യത്യാസം, ആകൃതി വ്യത്യാസം ഉണ്ടാകണം. എഡ്മണ്ട് ഹാലി ആ നക്ഷത്രം കണ്ടെത്താ അതുകൊണ്ടാ. ഇബ്രാഹിം നബിയും ആ നക്ഷത്രം കണ്ടത് അതുകൊണ്ടാ. രണ്ടാമത്തത് ഹാലി പറയുന്നു കണ്ടോണ്ടിരിക്കുമ്പോൾ അതങ്ങ് അസ്തമിച്ചു പോകും. ഖുർആൻ പറയുന്നു ഫലമ്മാ ഫല, നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതങ്ങ് അപ്രത്യക്ഷമായി. 76 വർഷത്തിൽ ഒരിക്കലാ വരുന്നതെന്ന് ഹാലി പറയുന്നു. ഖുർആൻ ഈ നക്ഷത്രത്തെ പറ്റി പറഞ്ഞ ആയത്ത് 76ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന ശാസ്ത്രം
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനിയും പറഞ്ഞാൽ സമയം നീണ്ടുപോകും. സഹോദരങ്ങൾ, ഇനി ഒരുപാടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ടോ എങ്കിൽ, വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ പല നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവർ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചത് മുതൽ അവർ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. അവരുടെ നിസ്കാരത്തിന്റെ, അവരുടെ വിശ്രമത്തിന്റെ, അവരുടെ ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞ് ബാക്കി സമയം മൊത്തവും ഖുർആൻ ഓതി രാത്രി 10 വരെയും അള്ളാഹുവിന്റെ ഖുർആനിലൂടെ കടന്നു പോകുന്ന അവരുടെ ജീവിതം. അങ്ങനെ ഖുർആൻ പഠിക്കുന്ന മക്കൾ, അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥാപനം ഏകദേശം 3 വർഷത്തോളമായി പ്രിയപ്പെട്ട സുഹൃത്ത് ഖലീലുല്ലാ മൗലവി, അൽഹംദുലില്ലാ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. പലപ്പോഴും പലതവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിടിരിപ്പുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, പടച്ചവൻ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, തന്റെ മക്കളിൽ ഭൂരിഭാഗം പേരെയും അൽഹംദുലില്ലാ ദീനിന്റെ ഇൽമിന്റെ മാർഗത്തിൽ തന്നെ വിട്ടു. അൽഹംദുലില്ലാ, അവരൊക്കെ ഇന്ന് ദീനി ഇൽമി സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് വിനീതം പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ അനുജൻ അബ്ദുൽ ഹാദി മൗലവി നടത്തിയ വലിയ ഒരു സമ്മേളനത്തിൽ. ഇന്നിപ്പോൾ ഇത് അദ്ദേഹം നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുക. ഒരു കുടുംബം അൽഹംദുലില്ലാ ഇൽമി സേവന രംഗത്താണ്. അൽഹംദുലില്ലാ 3 വർഷമായി ഞാൻ പലപ്പോഴും ഖലീലുല്ലാ മൗലവിയോട് പറയാറുണ്ട്, നിങ്ങളിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു പ്രചോദനമാണ്. കാരണം ഒന്നുമില്ല കയ്യിൽ. പലപ്പോഴും പറയാം ഒന്നുമില്ല, ഒരു വീട് പണി തുടങ്ങിയിട്ട് അവിടെ കിടക്കുക, അതിലൊന്നും ഒരു ശ്രദ്ധയൊന്നുമില്ല. സ്ഥാപനം ഉണ്ടാക്കണം, വെറുതെ പറയുന്നതല്ല, സ്ഥാപനം എങ്ങനെയെങ്കിലും ആക്കണം. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ പോയാൽ അള്ള വീട് തന്നോളും. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അള്ളാഹു താല അതിനെ കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനം, ഇതിന് സ്ഥലം ആകണം, ഇതിന് ബിൽഡിംഗ് ഉണ്ടാക്കണം, അതിൻ്റെ പുറകിൽ ഇങ്ങനെ അൽഹംദുലില്ലാ അദ്ദേഹത്തോടൊപ്പം നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ കുറേ ആളുകൾ. ആ നാട്ടിൽ ദീനിയായ മാഹൗൽ ഉണ്ടാകണം. എല്ലാ ആഴ്ചയിലും, വെള്ളിയാഴ്ചയാണോ അവിടെ പുറത്ത് സ്ത്രീകൾക്ക് ക്ലാസ് കിടക്കുന്നില്ലേ? അൽഹംദുലില്ലാ ഉസ്താദുമാരെയൊക്കെ വിളിച്ചത് ബഹുമാന അർഷദ് ഖാസമിയൊക്കെ പങ്കെടുക്കുന്ന ദീനി മജ്ലിസുകൾ നടത്തുക, റമളാനിൽ അൽഹംദുലില്ലാ പരിപാടികൾ നടത്തുക. എത്ര വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ആ സ്ഥാപനത്തിന് കുറച്ച് സ്വന്തമായി സ്ഥലം വേണം. ഇപ്പോഴും വാടക വീട്ടിലാണ്. ഖുർആൻ പഠിക്കുന്ന മക്കളെ, ഖുർആൻ പഠിക്കുന്ന മക്കൾ വാടക വീട്ടിലാണ്. ഇവർക്കെല്ലാം സ്വന്തമായി വീടുകളുണ്ടാവും. ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നതിൻ്റെ പേരിൽ അവർ വാടക വീട്ടിലായിപ്പോയി. നമ്മളൊന്ന് ഓർത്തു നോക്കേ, സ്വന്തമായി കുറച്ച് സ്ഥലം. എത്ര സെൻറ്റാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്? 12 സെൻറ്റ് സ്ഥലം. അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. ഈ മാസം അതിൻ്റെ കാലാവധിയും തീരുകയാണ്. അതിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇവിടെ പറയണമെന്നോ ഇവിടെ പിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പിരിക്കാനും അറിയില്ല. ഞാൻ പിന്നെ നിങ്ങളോട് കാര്യമൊന്ന് അവതരിപ്പിക്കുകയാണ്. ഒരു 12 സെൻറ്റ് സ്ഥലം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തി. ഈ മാസം കാലാവധി തീരെ, എഗ്രിമെൻ്റ് തീരാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തീർന്നു. കൊടുത്ത പൈസയും തീർന്നു, സ്ഥലവും പോയി, എല്ലാം പോയി. ഇതിനൊക്കെ നമ്മളാണ് സഹായിക്കേണ്ടത്. ഇതിനൊക്കെ നമ്മളാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഖുർആൻ പഠിക്കുന്ന മക്കളെന്ന് പറഞ്ഞാൽ എന്താ? ഈ മക്കളെന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. നമ്മൾ ഇത്രയും ഭൗതിക അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്തേ. ശാസ്ത്രവും ആധുനികതയും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ഇതൊന്നുമല്ല. ഖുർആൻ പഠിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്ന സ്ഥാനം എന്താ? അള്ളാഹു കൊടുക്കുന്ന മഹത്വം എന്താ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസാരമല്ല. ഈ ഹിഫ്ള് പഠിക്കുന്ന മക്കളുടെ ഉമ്മമാര്, അവരുടെ പിതാക്കന്മാര്, അവരുമായി ബന്ധമുള്ളവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ എങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും പറയട്ടെ, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ അവരെ തിരിച്ചുവിടണം. അവർക്കൊരു നഷ്ടവുമില്ല. ഇന്നൽഹംദുലില്ലാ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഭൗതിക ആത്മീയ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ രീതി തന്നെയാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഹിഫ്ള് പഠിക്കാൻ പോയാൽ, ഇൽമു പഠിക്കാൻ പോയാൽ ഭൗതിക വിദ്യാഭ്യാസം ഇല്ല. ഇപ്പം അങ്ങനെയില്ല. രണ്ടും കൂടെ ചേർന്നിട്ടാണ്. എല്ലാത്തിനും അവസരമുണ്ട്. ഇന്ന് ജുമായിക്ക് എൻ്റെ പള്ളിയിൽ വന്നൊരു സഖാഫി ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദീനി സ്ഥാപനങ്ങളുടെ അവസ്ഥ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാ
അവിടെ നിന്ന് ഇൽമ പഠിക്കുന്നു, ആലിമാകുന്ന വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു. അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും അൽഹംദുലില്ലാ അവർക്ക് നൽകുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വിദേശ നാടുകളിലേക്ക് പോകുമ്പോ, അദ്ദേഹം മലേഷ്യയിൽ ചെന്നപ്പോ ഇവിടുന്ന് പഠനം പൂർത്തിയായി അവിടെ 5-6 ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എന്റെ ശിഷ്യന്മാരെന്നെ കാണാമെന്ന് ഉസ്താദേ, എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. ഞാൻ ദുബായിൽ ചെന്നപ്പോ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ, കമീസ് ധരിച്ച, തലപ്പാവ് ധരിച്ച, സുന്നത്തായ വേഷം ധരിച്ച കുട്ടികൾ എന്നെ കാണാമെന്നും എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. ആ സ്ഥാപനത്തിൽ അവിടെ അധ്യാപനം നടത്തുന്ന ഉസ്താദുമാര് ജുമായിക്ക് എന്റെ മുമ്പിൽ പങ്കെടുക്കാറുണ്ട്. സഹോദരങ്ങളെ, അവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയപ്പാടാ. കാരണം MA എടുത്തിട്ടുള്ള സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നടത്തുന്ന വലിയ വലിയ ഉന്നത മേഖലകളിലേക്ക് പോകുന്നവരാ. ആരാ? നമ്മൾ കാണുന്ന സാധാരണ വസ്ത്രം ധരിച്ച തലേക്കെട്ടുകാരായ മുസ്ലിയാക്കന്മാരാ. പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് ഭാഷ പറയുന്ന, അറബി ഭാഷ പറയുന്ന, 5 ഭാഷകളിൽ പ്രാവീണ്യം നേടിയവരാ. അല്ലാഹു തആല പാഴാക്കി കൊടുക്കൂല, അല്ലാഹു തആല വെറുതെയാക്കി കൊടുക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വന്നവര് ദുനിയാവിലും അല്ലാഹു തആല ഉയർത്തും, അതിലുമൊക്കെ അപ്പുറം ആഖിറത്തിലും അല്ലാഹു തആല അവരെ വളർത്തും, ആഖിറത്തിലും അല്ലാഹു തആല അവരെ ഉയർത്തും. ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ഖുർആൻ പഠിക്കാത്ത നമ്മുടെ മക്കള്, ഖുർആനിന്റെ തീരത്തേക്ക് വരാത്ത നമ്മുടെ മക്കള് ദുനിയവിയായ മേഖലകളിലേക്ക് വളർന്നുപോയി. കഞ്ചാവിനടിമപ്പെട്ട്, കള്ളു കുടിച്ചിട്ട്, മോശമായ ജീവിതം നയിച്ചിട്ട്, നിരീശ്വരവാദത്തിന്റെ അഴുക്കുചാലുകൾ ചലയിൽ പേറിയിട്ട്, അള്ളാനെയും റസൂലിനെയും വേണ്ട എന്ന് പറഞ്ഞ് കണ്ടവനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയി. കണ്ടവളെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്ന ആൺകുട്ടികളായി നമ്മുടെ മക്കൾ മാറി. ആണും തമ്മിൽ ജീവിതമായിന്ന്, പെണ്ണും തമ്മിൽ ജീവിതമായിന്ന്. ഇങ്ങനെ ലിബറസത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാളാഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എല്ലാവരെയും ഹാജരാക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, യുഹ്ശർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, യുഹ്ശറുൻ നാസു ഫീ സ്വഈദിൻ വാഹിദിൻ ഹുഫാത്തൻ ഉറാത്തൻ ഗുർലാ. ലോകത്തുള്ള സർവ്വകോടി മനുഷ്യമക്കളെയും അല്ലാഹു ഒരു വിശാലമായ മൈതാനത്തെ ഹാജരാക്കും. കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല, ശരീരത്തിൽ ഒരു വസ്ത്രം പോലുമില്ല. അന്ന് സൂര്യൻ തലയുടെ തൊട്ടുമുകളിൽ ഉണ്ടാകും. അന്ന് കട്ടിച്ചെമ്പുമാകിയ തറയിലായിരിക്കും നിർത്തപ്പെടുന്നത്. എല്ലാവരെയും അല്ലാഹു തആല വിചാരണ ചെയ്യുന്നതാണ്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ആ വിചാരണയ്ക്ക് ശേഷം ഒരു വലിയ വിഭാഗം നരകത്തിലേക്ക് പോവുകയാണ്, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോവുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ സന്ദർഭത്തിലേക്ക്, നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതായ സന്താനങ്ങളുണ്ടല്ലോ. മാതാപിതാക്കൾ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, നിസ്കാരം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, പർദ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട കുറെ മക്കൾ ഇങ്ങനെ വരികയാ. അവര് വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആവശ്യപ്പെടുകയാ, റബ്ബനാ അരിനല്ലദീന അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, റബ്ബനാ അരിനല്ലദീന അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി. അല്ലാഹുവേ, ഞങ്ങളെ വഴിപിഴപ്പിച്ച് കളഞ്ഞ ആ മനുഷ്യര്, ഞങ്ങളുടെ ഉമ്മമാരും വാപ്പമാരും എവിടെ റബ്ബേ? നജ്അലുമാ തഹത അഖദാമിനാ, ഞങ്ങളുടെ കാൽ കീഴിൽ ഞങ്ങൾ അവരെ ചവിട്ടട്ടെ റബ്ബേ. ലിയകൂനാ മിനൽ അസ്ഫലീൻ, ഞങ്ങൾ അവരെ തരം താഴ്ത്തി കളയട്ടെ റബ്ബേ. ഞങ്ങൾക്ക് ഖുർആൻ അവർ പഠിപ്പിച്ചില്ല റബ്ബേ, ഞങ്ങൾക്ക് ഇസ്ലാം അവർ പഠിപ്പിച്ചില്ല റബ്ബേ. ഭൗതിക ലോകത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഞങ്ങളെ അവർ പറഞ്ഞു വിട്ടു റബ്ബേ. 6 ശമ്പളം വാങ്ങിയിട്ട് ആഡംബരക്കാരിൽ ആഡംബര കൊട്ടാരത്തിൽ ഞങ്ങൾ രമിക്കുമ്പോൾ ഈ മാതാപിതാക്കൾ ഞങ്ങൾ ദീനിന്റെ മാർഗത്തിലേക്ക് വഴിതിരിച്ചില്ല, ഞങ്ങളെ വഴിപിഴച്ചു പോയി തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരുമോ? ഞങ്ങളുടെ കാൽ കീഴിൽ അവരെ ചവിട്ടി മെതിക്കട്ടെ അല്ലാ. കട്ടിച്ചെമ്പുമാകിയ തറയിൽ ശരീരം മുഴുവനും ചുട്ടുപൊള്ളാൻ തുടങ്ങുമ്പോ ആ ചെമ്പുപാറയിൽ ഉമ്മാനെയും വാപ്പാനെയും വളർത്തിക്കിടത്തിയിട്ട് അവരുടെ നെഞ്ചത്ത് കയറി ഞങ്ങളെ ചവിട്ടി നിൽക്കട്ടെ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആവശ്യപ്പെടുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യുബസ്വറൂനഹും, അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ. മക്കളും മാതാപിതാക്കളും തമ്മിൽ കാണുകയാ. ഈ സന്ദർഭത്തിൽ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ
وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ഈ സമയത്തോരോരുത്തരും കൊതിച്ചു പോകും, റബ്ബേ ഞങ്ങളെ നരകത്തിലിടുന്നതിന് പകരം ആരെ വേണമെങ്കിലും നരകത്തിലിട്ട് കൊള്ളുക. ഞങ്ങളെ ബന്ധമിത്രാദികളെ വേണോ, ഞങ്ങളുടെ ഭാര്യയെ വേണോ, ഭർത്താവിനെ വേണോ, മക്കളെ വേണോ? അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവര് അല്ലാഹുവിന്റെ മുമ്പിൽ കൊതിച്ചു പോകുന്നാഥാ. അല്ലാഹുവേ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബദി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വഫസീലതിഹി അല്ലതി തുവി. ഞങ്ങൾക്ക് അഭയം നൽകിയ, ഞങ്ങൾക്ക് അന്നം നൽകിയ, ഞങ്ങളെ പൊറ്റി വളർത്തിയ ആരെ വേണമെങ്കിലും നീ നരകത്തിലിട്ടോ. വമൻ ഫിൽ അർദി ജമീആ, ഈ ഭൂമിയിലുള്ള ആരെ വേണമെങ്കിലും നിനക്ക് നരകത്തിൽ ഇടാം. സുമ്മയുഞ്ചി, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി റബ്ബേ, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി റബ്ബേ. സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും നരകത്തിലേക്കിടാൻ അല്ലാഹുവിനോട് മക്കൾ വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം വരാൻ പോവുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അതേ സന്ദർഭത്തില്, അതേ സമയത്തില് അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച മക്കൾ വിടെ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങൾ വിടെ? ആ ഹാഫിളീങ്ങളെ അല്ലാഹു വിളിക്കുകയാ. നൂറുൽ ഹുദാ അക്കാദമിയിൽ നിന്ന് ഖുർആൻ പഠിച്ച മക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാ. നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു അവരെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അല്ല പറയുന്ന ഇഖ്റഉൽ ഖുർആൻ വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫിദ് ദുനിയാ. ഏ മക്കളെ, നിങ്ങൾ ഖുർആൻ ഓതുക. ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് തജ്വീദോടെ പഠിച്ചതുപോലെ, തർത്തീലോടെ പഠിച്ചതുപോലെ നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളുക. ഓരോ ആയത്തോതുമ്പോഴും നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയരുകയാ. അങ്ങനെ അവസാനത്തെ ആയത്തോതുമ്പോ എവിടെയാണോ നിങ്ങൾ എത്തിയിരിക്കുന്നത് ആ ഉന്നത സ്ഥാനം നിങ്ങൾക്ക് നൽകുകയാ. ആർക്കായി നൽകുന്നത്? കേവലം ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടിയ ഡോക്ടറിന് കിട്ടൂല, ഒരു എഞ്ചിനീയറിന് കിട്ടൂല, ഒരു കളക്ടറിന് കിട്ടൂല, ഒരു IPS കാരൻ IFS കാരൻ അല്ലാഹു തആല കൊടുക്കൂല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഉലമാക്കൾക്കും ഹഫ്ളീങ്ങൾക്കും കൊടുക്കുന്നതാ. എന്നിട്ട് അല്ലാഹു തആല അവരുടെ മാതാപിതാക്കളെ വിളിക്കുകയാ. മാതാപിതാക്കളെ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അല്ലാഹു തആല മാതാപിതാക്കളെ വിളിക്കുകയാണ്. ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കള്, ഹഫ്ളീങ്ങളായ മക്കളുടെ മാതാപിതാക്കളെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് 2 ജോഡി വസ്ത്രം ധരിപ്പിക്കുകയാ. ആ വസ്ത്രത്തിന്റെ മഹത്വം എന്താ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വകോടി വസ്തുക്കളും കൊടുത്താലും അപ്രകാരമുള്ള ഒരു വസ്ത്രം വാങ്ങാൻ കഴിയൂല. അങ്ങനെയുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതായ 2 ജോഡി വസ്ത്രം ധരിപ്പിക്കുകയാ. എന്നിട്ടോ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. എന്നിട്ടാ ഹഫ്ളീങ്ങളുടെ മാതാപിതാക്കളുടെ തലയിലേക്ക് അല്ലാഹു തആല സൂര്യനേക്കാൾ തിളക്കമുള്ള കിരീടം അണിയിച്ചു കൊടുക്കുകയാ. ആ പാവപ്പെട്ട മാതാപിതാക്കൾ അവരിങ്ങനെ നോക്കുകയാണ്. വലിയ വലിയ ആളുകളൊക്കെയും പരിപൂർണ നഗ്നരായി നിൽക്കുകയാ. വലിയ സമ്പന്നരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, അനുഗ്രഹങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം പരിപൂർണ നഗ്നരായി ചുട്ടുപൊള്ളുന്നതായ വെയിലിൽ കിടന്ന് വെന്തുരുകീഴാം പാറ്റകളെ പോലെ വീണുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ വസ്ത്രം എന്തിനാ, ഞങ്ങൾക്ക് ഈ കിരീടം എന്തിനാ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നതാ, ബിമ കുസീനാ ഹാദാ, ബിമ കുസീനാ ഹാദാ. എന്തിനാ റബ്ബേ ഞങ്ങൾക്ക് ഈ വസ്ത്രം തന്നത്? എന്തിനാ റബ്ബേ ഞങ്ങൾക്ക് ഈ കിരീടം വെച്ച് തന്നത്? അല്ലാഹുവിന്റെ അറിയിപ്പ് വരികയാ, ബി അഖ്ദി വലദികുമൽ ഖുർആൻ. ഏ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹഫ്ളീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? ഏഷ്യാവൻകരയിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള
സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ കടിയാപുരം പ്രദേശത്തിനടുത്തുള്ള നൂറുൽ ഹുദ അക്കാദമിയിൽ നിങ്ങളുടെ മക്കളെ ചേർത്ത് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ബി അഖ്ദി വലദികുമൽ ഖുർആൻ. അതിനുള്ള പാരിതോഷികമാണ്, അതിനുള്ള സമ്മാനമാണ്, അതിന് പകരമാ നിങ്ങൾക്കിത് നൽകിയതെന്ന് പറയുമ്പോ അതിലും വലിയ അഭിമാനം വേറെയുണ്ടോ? അതിലും വലിയ സമ്മാനവും സ്ഥാനവും വേറെയുണ്ടോ? അല്ലാഹു തആല നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ഈ മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിച്ചവർക്ക് അല്ലാഹു തആല നൽകുന്ന, ഖുർആൻ പഠിച്ചവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വമാണിത്. ആ മഹത്വം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.